സമയം കൃത്യം 8 മണി. വാക്കനൽ വീടിൻ്റെ അങ്കണത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ ഒത്തുകൂടുകയാണ്. തുടർച്ചയായ 13ാമത് സ്നേഹസംഗമം. എല്ലാവരും അവരവർക്കായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടത്തിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. വീട്ടുകാരെങ്കിലും നമ്മൾ ഓരോരുത്തർക്ക് മാത്രമേൽ പ്രിയപ്പെട്ടവർ, കരുതലും കരുണയും ആവോളമുള്ളവർ. ഏവരെയും ഈ വീടിൻ്റെ ഞായർ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വാക്കനൽ വീടിൻ്റെ കരുത്തുറ്റ വനിതാരത്നം ശ്രീമതി ഇന്ദ്രംപള്ളിയെ ക്ഷണിക്കുന്നു. ശ്രീമതി ഇന്ദ്രംപള്ളി, താങ്കൾക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, സ്വാഗതം പറയണം എന്ന് കാണുമ്പോഴേ ഞാൻ സാധാരണ മുങ്ങലാണ് പതിവ്. പക്ഷേ ഇത് നമ്മുടെ ജോസേട്ടൻ്റെ പരിപാടിയായതിനാൽ വളരെയധികം സന്തോഷത്തോടെ ഞാനിത് ഏറ്റെടുക്കുന്നു. ഇത്തവണ വാക്കനൽ പ്രതിവാര ചർച്ചയിൽ ജോസേട്ടൻ്റെ വിനയപുരുഷൻ എന്ന കവിതയാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി സ്വാഗതം ചെയ്യേണ്ടത് ഈ പരിപാടിയുടെ മോഡറേറ്ററും അധ്യാപകനുമായ ശ്രീ കാർത്തികേയനെയാണ്. വാക്കനൽ വീട്ടിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ ഈ ചർച്ചയുടെ ചുക്കാൻ പിടിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. ശ്രീ കാർത്തികേയൻ സാറിന് എൻ്റെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായ ജോസേട്ടനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് കവിയും ചിത്രകാരനും സർവോപരി നമ്മുടെ വാക്കനലിൻ്റെ ഭാരവാഹിയുമായ ശ്രീ മുനീർ അഗ്രഗാമിയാണ്. അദ്ദേഹത്തെ ഈ ചർച്ചാവേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിഷയം അവതരിപ്പിക്കുന്നത് അറിയപ്പെടുന്ന എഴുത്തുകാരനും വളരെ സീനിയറായ കവിയുമായ ശ്രീ പുറച്ചേരി മാധവൻ മാഷാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യട്ടെ. ചർച്ചയിൽ പങ്കെടുക്കാനായി സർവശ്രീ PK അനിൽകുമാർ, ബിജുനാഥ്, മാടായി സുരേഷ്, മാലിക് നാലകത്ത്, ജമാൽ ഇറക്കൽ എന്നിവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേകം സ്വാഗതം പറയണമെന്നുണ്ട്. സമയം അനുവദിക്കാത്തതിനാൽ എല്ലാവരെയും ഒന്നിച്ച് ഈ ചർച്ചയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കുറിപ്പുകളുമായി നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത് ശ്രദ്ധേയരായ കവികളും എഴുത്തുകാരും നിരൂപകരുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ചെറുമൂട്, പൂർണിമ, ലിനീഷ് ലാൽ, സുഗത പ്രമോദ്, ദീപ്തി, മധുശങ്കർ എന്നിവരാണ്. ഇവരെയും ഈ ചർച്ചയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കവിതകൾ ആലപിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശബ്ദം കൊണ്ട് ശ്രദ്ധേയരായ ശ്രീ ബാബു മണ്ടൂർ, ശ്രീ സതീശൻ പനക്കൂൽ, ശ്രീമതി ഗോമതി ആലക്കാടൻ, ശ്രീമതി ശോഭ രാമകൃഷ്ണൻ, ശ്രീമതി ജയശ്രീ ബിജ്ബാൽ എന്നിവരാണ്. ഇവരെ എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് കവിതയുടെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ചർച്ചയായി, കുറിപ്പുകളുമായി, കവിതാലാപനവുമായി ഇനി മറ്റൊന്നുകൂടി ബാക്കിയുണ്ട്. തത്സമയ വരയുടെ തമ്പുരാനായ ശ്രീ ഷാഫി ഹസനെയും നമ്മുടെ സതീശൻ മനക്കൂലിൻ്റെ മകൻ കണ്ണൻ സതീശനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരകളാൽ, വർണ്ണങ്ങളാൽ നിറയട്ടെ നമ്മുടെ വാക്കനൽ വീട്. ഇനി സ്വാഗതം പറയാനുള്ളത് പരിപാടിയിൽ നന്ദി അർപ്പിക്കുന്ന ശ്രീമതി ഗംഗ സൂര്യപ്രകാശനാണ്. ഗംഗമ്മയ്ക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് സ്വാഗതം ആശംസിക്കുന്നു. നിൽക്കട്ടെ, നമ്മുടെ വിശിഷ്ടാതിഥിക്ക് സ്വാഗതം പറഞ്ഞില്ല. വിട്ടുപോയതല്ല, നമ്മുടെ ജോസേട്ടനല്ലേ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയാനായി അവസാനത്തേക്ക് മിച്ചം വെച്ചതാണ്.
നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരൻ, കാർത്തികനും കവിയും എഴുത്തുകാരനും നിരൂപനും അങ്ങനെ പല ലേബലുകളുള്ള ബഹുമുഖ പ്രതിഭയായ ശ്രീ വി ജോസ് കല്ലടയ്ക്കാണ്. ഈ സ്വാഗതം പറയുന്ന എന്നേക്കാൾ കേശഭാരമുള്ളതുകൊണ്ട് ലേശ അസൂയുണ്ട് എന്നത് ഒളിച്ചു വയ്ക്കുന്നില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ഈ വീടിൻ്റെയും എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും വാക്കനൽ വീടിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. വളരെ സുവ്യക്തവും മനോഹരവുമായ ശൈലിയിൽ സ്വാഗതമോദി ശ്രീമതി ഇന്ദിരംപള്ളി നാളിതുവരെ നടന്ന സ്വാഗത ഭാഷണങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് അടയാളം ചാർത്തപ്പെട്ടു. അടുത്തത് മോഡറേറ്റർ എന്ന നിലയിൽ എൻ്റെ ഊഴമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ മുറ്റത്ത് 13ാമത് കൂടിച്ചേരലാണ്. ഒരു ക്വാറന്റൈൻ പിരിമുറുക്കത്തിൻ്റെ വിരസതയും സംഘർഷവും ലഘൂകരിക്കാനായി സതീശൻ പനക്കൂൽ മുന്നോട്ട് വെച്ച ഒരാശയം നമ്മൾ ഒരേ മനസ്സോടെ ഏറ്റെടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 9, 10, 11 തീയതികളിൽ കോഴിക്കോട് നടക്കാനിരുന്ന വാക്കനൽ സംഗമം ലോക്ക്ഡൗണിൽ പൂട്ടിയിടപ്പെട്ടപ്പോൾ നമ്മളേവരും ഈ വാക്കനൽ വീട്ടിൽ ഒന്നിച്ചു തളയ്ക്കപ്പെട്ടു. സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്നല്ലേ? ഒടുവിൽ ഒരുപാട് നാളായി പൂട്ടിയിട്ടവരെ തുറന്നു വിട്ടപ്പോൾ ചിറകടിച്ച് പറന്നും ചിതറിപ്പിരിഞ്ഞും വീണ്ടും നമ്മൾ പല തിരക്കുകളിൽ. അടുത്തിരുന്നപ്പോൾ അനുഭവിച്ച ചൂടും ചൂരും അകന്നപ്പോൾ കുറഞ്ഞത് തികച്ചും സ്വാഭാവികം മാത്രം. ആവർത്തനങ്ങൾ ഇഷ്ടത്തോടെയെങ്കിലും വിരസതയൂട്ടും എന്നല്ലേ? ഒരു ഘട്ടത്തിൽ ഈ ആഴ്ചയുടെ ചർച്ച മാറ്റിവെക്കാൻ കഴിയുമോ എന്ന അഭിപ്രായങ്ങൾ ഉയർന്നപ്പോൾ പ്രായോഗികതയുടെയും അനിവാര്യതയുടെയും തലങ്ങൾ മാറ്റുരച്ചു. ഒടുവിൽ ഈ ആഴ്ച കൂടി നമുക്ക് പ്രതിവാര രീതി തുടരാം എന്ന നിഗമനം ഏവർക്കും സ്വീകാര്യമായി. ചർച്ചയ്ക്ക് ജോസേട്ടനെ എടുക്കാം എന്ന നിർദ്ദേശം ഖുറേഷി മാഷാണ് മുന്നോട്ട് വച്ചത്. അത് എല്ലാവരും അംഗീകരിച്ചു. ഒപ്പം ചർച്ചയിൽ പങ്കെടുക്കേണ്ടവരുടെ ലിസ്റ്റും മാഷ് തന്നെയാണ് നിർദ്ദേശിച്ചത്. ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ മാത്രം ചില തിരുത്തലുകളോടെ ആ ലിസ്റ്റും അംഗീകരിക്കപ്പെട്ടു. പിന്നങ്ങോട്ട് ശരവേഗം കൈക്കൊണ്ടു കാര്യങ്ങൾക്ക്. ബിജുനാഥും ശ്രീനിത്തും പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു. മറ്റെല്ലാവരും ഓടി നടന്ന് ചർച്ചയ്ക്കുള്ള സാമഗ്രികൾ സംഘടിപ്പിക്കുന്നു. കാരണവർ കൃത്യമായ ഇടവേളയിൽ മോഡറേറ്ററെ വിളിക്കുന്നു. ഉത്സവ കമ്മിറ്റി കളം നിറഞ്ഞ് നിറം പകർന്ന് കാവൂട്ട് നടത്തുന്നു. ഒരുക്കങ്ങളുടെ പെരുമ്പറ മുടങ്ങുന്നു. നമുക്ക് കെങ്കേമമാക്കണം. ഈ ആഴ്ച നമ്മുടെ ജോസേട്ടനാണ്. ഇനിയും അങ്ങോട്ട് പ്രതിവാരം കാണാൻ ഇടയില്ല. ഒരുപക്ഷെ പ്രതിമാസമായി മാറിയേക്കാം. അങ്ങനെ ആശങ്കകൾ പലതും. ഇന്ന് നമ്മൾ ജോസേട്ടൻ എഴുതിയ വിനയപുരുഷൻ എന്ന കവിതയാണല്ലോ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ഡി വിനയചന്ദ്രൻ എന്ന കവിയെ ആത്മാവിൽ ആവാഹിച്ചാവണം നമ്മുടെ ജോസേട്ടൻ ഈ കവിതയ്ക്ക് ജീവൻ പകർന്നത്. അത്രമേൽ പരകായം നടത്തി പകർന്നാടിയതിനാലാവണം ഇടപിരിക്കാനാവാത്ത അടുപ്പം ഇരുവർക്കും ഭവിച്ചിരിക്കുന്നത്. കവിതയെക്കുറിച്ചും കവിയെക്കുറിച്ചും ഗംഭീര ചർച്ചകൾ നടക്കാനിരിക്കുന്നതിനാൽ ഞാൻ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയമൊഴിയിൽ സ്വാഗതമോദിക്കൊണ്ട് നമ്മുടെ ജോസേട്ടനിലെ വി ജോസ് കല്ലടയെ പരിചയപ്പെടുത്താൻ വാക്കനൽ വീടിൻ്റെ സൗമ്യനായ പ്രൊഫസർ, കവി, ചിത്രകാരൻ, ചിന്തകൻ ശ്രീ
മുനീർ അഗ്രഗാമിയെ സാദരം ക്ഷണിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ വാക്കനൽ കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രതിവാര സാഹിത്യ ചർച്ച 13ാമത് ലക്കത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്രാവശ്യം നാം ചർച്ച ചെയ്യുന്നത് നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ വാക്കനൽ കുടുംബത്തിൻ്റെ സാരഥികളിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ്റെ കവിത വിനയപുരുഷൻ ആണ്. കവി ഡി വിനയചന്ദ്രനെക്കുറിച്ച് ഇത്രയും സമഗ്രമായി ആസ്വദിച്ചെഴുതിയ ഒരു കവിത മലയാളത്തിൽ വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഇന്ന് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം, നമ്മുടെ വാക്കനൽ വീട്ടിലെ സജീവമായ ഒരാളുടെ, നമ്മുടെ ജോസേട്ടൻ്റെ കവിതയാണ് ചർച്ചയ്ക്കുള്ളത് എന്നതാണ്. ജോസേട്ടൻ എന്ന് സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്ന വി ജോസ് കല്ലട എന്ന പ്രഗത്ഭനെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വടക്കും പടിഞ്ഞാറും കല്ലടയാറും തെക്ക് അഷ്ടമുടിക്കായലും കിഴക്ക് പുഞ്ചപ്പാടങ്ങളും അതിലിടുന്ന സുന്ദരമായ കല്ലട ഗ്രാമത്തിൻ്റെ പുത്രൻ നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ. ഏറെ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ജോസേട്ടൻ. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ഫേസ്ബുക്കിലൂടെ തന്നെയാണ്. ഫേസ്ബുക്കിൽ മുമ്പ് കുരീപ്പുഴ ശ്രീകുമാർ എല്ലാ ദിവസവും വായിച്ച കവിത അവതരിപ്പിക്കുമായിരുന്നു, ഇന്ന് നമ്മൾ വാക്കനൽ ചെയ്യുന്നത് പോലെ. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ വായിച്ചിട്ടാണ് ഇദ്ദേഹവുമായിട്ട് മാനസികമായ ഒരു അടുപ്പം തോന്നുന്നത്. ആ കുറിപ്പുകൾ, പല കുറിപ്പുകളും ഞാൻ അവിടെ നിന്ന് ശേഖരിച്ച് വെക്കുമായിരുന്നു. ബ്ലോഗിലൊക്കെ, എൻ്റെ ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ അന്ന് അത് ഷെയർ ചെയ്യുമായിരുന്നു. കാരണം അനുഭവത്തിൻ്റെ ചൂരുള്ള, കേരളത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള, സാഹിത്യത്തിൻ്റെ ഗന്ധമുള്ള, നാട്ടുവഴക്കങ്ങളും ശീലുകളുമൊക്കെ ചേർത്ത് രചിക്കുന്ന ജോസേട്ടൻ്റെ പഴയകാല കുറിപ്പുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ജോസേട്ടനെ പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ്, ഇതിനൊക്കെ വളരെ കാലം മുമ്പ്, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ജോസേട്ടനുമായി നേരിയൊരു പരിചയം ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം അന്ന് ചരൽ എന്നൊരു മാസിക നടത്തിയിരുന്നു. ആ മാസികയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, ആ കാലത്ത് ഞാനും ഒരു കവിത അയച്ചിരുന്നു അന്ന്. അപ്പോൾ ആ കവിത അന്ന് അയച്ച അതേ കാർഡ്, അതിൻ്റെ ഫോട്ടോ ജോസേട്ടൻ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇത്രയും കാലമായിട്ടും അന്ന് അദ്ദേഹത്തിൻ്റെ മാസികയിലേക്ക് അയച്ച കവിത അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. ആളറിയാതെ, അത്രയും പ്രശസ്തനല്ലാത്ത ഒരാളുടെ കവിത പോലും സൂക്ഷിച്ചു വെക്കുന്ന, അങ്ങനെ സാഹിത്യത്തോട് അത്രയേറെ കമ്പമുള്ള ഒരാൾ. അങ്ങനെ വലിയ കൗതുകം തോന്നി എനിക്ക്. ഞാനത് എന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു. ഇങ്ങനെ ഞാൻ തന്നെ കവിത അയച്ചത് മറന്നു, അത് പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ മാസികയുടെ പേര് മറന്നു, ആ മാസികയുടെ എഡിറ്ററെ മറന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ്, ആ കവിത തന്നെ ഓർമ്മയില്ല, അയച്ച കവിത തന്നെ ഓർമ്മയില്ല ഇരിക്കുമ്പോഴാണ് ജോസേട്ടൻ ഈ കവിത തിരിച്ച് തരുന്നത്. ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇങ്ങനെ സാഹിത്യത്തെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ ജോസേട്ടൻ്റെ ബയോഡാറ്റ വളരെ കൗതുകം നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതുകൂടെ പരിചയപ്പെടുത്തണമല്ലോ. ഇന്ന് അന്യം നിന്നു പോകുന്ന കഥാപ്രസംഗം എന്ന കല, ആ കലയെ വീണ്ടും ഒരു പുനരുജ്ജീവനം നൽകിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തിയ ഒരു മനുഷ്യനാണ്.
അദ്ദേഹം തൻ്റെ അപ്പൻ്റെ കൂടെ ചെറിയ 3-4 വയസ്സുള്ളപ്പോൾ തന്നെ അപ്പൻ്റെ കൂടെ കഥാപ്രസംഗ വേദികളിൽ പോകാറുണ്ടായിരുന്നു അത്രേ. ആകാശവാണിയിലെ റെക്കോർഡിങ്ങിന് ഒക്കെ പോയ കാര്യമൊക്കെ അദ്ദേഹം ഓർക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം, ഇദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, അന്ന് ക്ഷുഭിത യൗവനത്തിൻ്റെ കാലമാണ് മലയാളത്തിലെന്ന് നമുക്കറിയാം. അന്ന് അദ്ദേഹം കവിത എഴുതുകയും അന്നത്തെ വിശിഷ്ടാതിഥിയായി വന്ന ശ്രീ ബേബി ജോൺ അദ്ദേഹത്തിൻ്റെ കവിത കേട്ട് അതിൽ രോഷം കൊള്ളുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കഥയുണ്ട്. അപ്പോൾ അന്ന് മുതലേ മനസ്സിൽ കവിതയുള്ള ആളാണ് ജോസേട്ടൻ. കവിത കൊണ്ട് പഠിച്ച കോളേജിൽ MA-ക്ക് അഡ്മിഷൻ കിട്ടാതെ പോയ ഒരാൾ കൂടിയാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ അദ്ദേഹം MSW ഒക്കെ കഴിഞ്ഞ് പിന്നെ ബോംബെയിൽ ചെന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അക്കാലത്ത് PGDCA എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ് കേരളത്തിൽ, ആ കോഴ്സ്. അപ്പോൾ അത് പഠിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് പത്രപ്രവർത്തനവുമായിട്ട് ഒരു ബന്ധം. അന്ന് കേരളത്തിന് പുറത്ത് നിന്ന് ഇറങ്ങുന്ന മഹാകേരളം എന്ന ആദ്യത്തെ മലയാള പത്രം, കേരളത്തിന് പുറത്തുനിന്ന് ഇറങ്ങുന്ന മലയാള പത്രം, അതിൻ്റെ എഡിറ്ററായിട്ട് ജോലിയിൽ ചേർന്നു 1986. വളരെ വിജയകരമായിട്ട് അതിൻ്റെ എഡിറ്റിംഗ് ജോലികളൊക്കെ ഒരു വർഷത്തോളം നിർവഹിച്ചു. ഇതിൻ്റെ കോപ്പി 5000 കോപ്പിയിൽ നിന്ന് 10000 കോപ്പിയായി കുതിച്ചുയർന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് നിലയ്ക്കുകയാണ്. പക്ഷേ ഈ സാഹിത്യ അഭിരുചി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ പഠനം, പിന്നെ അമേരിക്കയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു ഉപരിപഠനത്തിന് പോകാൻ വേണ്ടിയിട്ട്. സ്കോളർഷിപ്പാണെന്ന് കൃത്യമായി എനിക്ക് ധാരണയില്ല. പക്ഷേ ഉപരിപഠനത്തിന് എന്തായാലും അവസരം ലഭിച്ചിട്ടുണ്ട്. നമുക്കത് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇന്ന് പ്രശസ്തരായ പലരുടെയും സതീർത്ഥ്യൻ കൂടിയായിരുന്നു നമ്മുടെ VV ജോസ് കല്ലട. സിനിമാ നടൻ സുരേഷ് ഗോപിയുടെ, രാഷ്ട്രീയ പ്രവർത്തകൻ NK പ്രേമചന്ദ്രന്റെ, മേഴ്സിക്കുട്ടി അമ്മയുടെ ഒക്കെ കൂടെ പഠിച്ച ഒരാൾ. അതുമാത്രമല്ല, സാഹിത്യ പ്രവർത്തകരുമായിട്ട്, സാഹിത്യകാരന്മാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന, സാഹിത്യത്തെ നെഞ്ചേറ്റി കൊണ്ടു നടക്കുന്ന മലയാളികളിൽ അപൂർവം ചിലരിൽ ഒരാളാണ് ജോസേട്ടൻ. അത് നമുക്ക് അദ്ദേഹം എഴുതിയ, വിനയചന്ദ്രനെ കുറിച്ച് എഴുതിയ ഈ കവിതയിൽ നിന്ന് വ്യക്തമാകും. ഒരു വായനക്കാരനെന്ന നിലയിൽ ഒരു കവിയെ എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ആ കവിത നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ കേരളത്തിൽ ഉടലെടുത്ത സൈലന്റ് വാലി പ്രക്ഷോഭം, പരിസ്ഥിതി സംരക്ഷണത്തിന്റെയൊക്കെ നാഴികക്കല്ലായിട്ട് വന്ന ആ പ്രക്ഷോഭത്തിലൊക്കെ നമ്മുടെ ജോസേട്ടൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇതിനെക്കുറിച്ച് കോളേജുകളിലൊക്കെ പറഞ്ഞു നടക്കുകയും കവലകളിൽ പ്രസംഗിച്ചുമൊക്കെ അദ്ദേഹം പാലക്കാട് വരെ കേരളം കണ്ട് നടന്ന ഒരു യാത്രയെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ജോസേട്ടൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാപ്രസംഗകാരനും കവിയും ആസ്വാദകനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടനെ ഞാൻ നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന തരത്തിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മാധവൻ പുറച്ചേരി. നമ്മുടെ ഇന്നത്തെ ചർച്ച നമ്മുടെ പ്രിയപ്പെട്ട കല്ലട VV ജോസിൻ്റെ വിനയപുരുഷൻ എന്ന കവിതയെക്കുറിച്ചാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ D വിനയേന്ദ്രൻ എന്ന
മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ കവിതയാണിത്. എന്തായിരുന്നു വിനയേന്ദ്രൻ എന്ന് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും, ജോസിനായാലും എനിക്കായാലും, അതൊരു കവിതയെ വിശുദ്ധമായൊരു മതം പോലെ കൊണ്ടു നടന്ന ഒരു കാലാവസ്ഥയായിരുന്നു എന്ന് പറയാം. ഇടമുറിയാതെ പെയ്യുന്ന ഒരു മഴ, അടമഴ, പലമഴ. ഇങ്ങനെ വിനയചന്ദ്രൻ എന്ന കവിയുടെ ഒരു നാട്ടു പച്ചയുടെ ഒരു ഞരമ്പ്, അത് ജോസ് ഈ കവിതയിൽ പകർത്തി അല്ലെങ്കിൽ അടർത്തി വെക്കുന്നുണ്ട് ആളാണ്. കവിതയിൽ തന്നെ നമുക്കറിയാം, വിനയചന്ദ്രൻ മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ ഒരു കവിതയുണ്ട്, സമസ്ത കേരളം പിയോ എന്നത്. അത് മഹാകവി പീക്ക് എന്ന പോലെ വിനയേന്ദ്രനും നന്നേ ഇണങ്ങുന്ന കവിതയാണ്. കവിതയുമായി കേരളത്തിലും പല കേരളത്തിന് പുറത്തും ഒക്കെ തന്നെ അലഞ്ഞു നടന്ന് ഒരു കവിയുടെ ഒരു സ്ഥലത്തും ഉറപ്പില്ലാത്ത ഒരു യാത്രികൻ്റെ നിരവധി ഓർമ്മകൾ എനിക്ക് ഇത് ആമുഖമായി വന്നു പോവുകയാണ്. കാരണം എൻ്റെ ഒപ്പം ഞാൻ പല സ്ഥലത്തേക്ക് വിനയേന്ദ്രൻ എന്ന എൻ്റെ ജ്യേഷ്ഠ കവിയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ കേൾക്കാൻ വേണ്ടി അഞ്ചിതൾ വിനായകമെന്ന് ഉറക്കെ പാടിയിട്ട് അയൽ വീട്ടുകാരൊക്കെ ഓടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കവിതയുടെ ഒരു ഉറയലും ഉരിയാടലുമാണ് ഡി വിനയേന്ദ്രൻ എന്ന കവിത. കവിതയിലൂടെ അത് സമസ്ത കേരളം പിയോ ആയിരുന്നു. എനിക്ക് ഈ പറയുന്നതിൻ്റെക്കാൾ എത്രയോ അധികം ജോസിന് പറയാനുണ്ടാവും. കാരണം എനിക്ക് ഏകദേശം ഒരു 87-88 കൂടിയാണ് ഞാൻ വിനയേന്ദ്രനെ വളരെ അടുത്ത് പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് 86 പയ്യന്നൂരിൽ നടന്നൊരു കവി സമ്മേളനത്തിൽ യുവാവായ വിനയേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവതരിപ്പിക്കുന്നത് കേട്ടുനിന്ന ഒരാളാണ് ഞാൻ. കവിത ചൊല്ലലല്ല, വിനയേന്ദ്രനിൽ കവിത ഇങ്ങനെ അവതരിക്കലാണ്. അങ്ങനെ ഒരുപാട് തീർത്ഥയാത്രകളും അജ്ഞാതവാസങ്ങളും പുറപ്പാടുകളും പലായനങ്ങളും കാവ്യലോകത്തെ ഒരു യാത്രകളുടെ പുസ്തകമാക്കി. യാത്രാപ്പാട്ട് എന്നത് വിനയേന്ദ്രൻ്റെ ആദ്യകാലത്ത് എഴുതിയ ഒരു കവിതയുടെ പേരാണ്. പക്ഷെ പിന്നീട് അത് യാത്രാപ്പാട്ടും വംശഗാഥ തുടങ്ങിയൊക്കെ തന്നെ മലയാള കവിതയിലെ ഒരു കാവ്യ അന്തരീക്ഷത്തെ മാറ്റിമറിച്ച കവിതകളാണ്. വലിയൊരു വേരുകളുള്ള, മലയാള കവിതയിലെ വലിയ വേരുകളുള്ളൊരു മഹാവൃക്ഷമാണ് വിനയചന്ദ്രൻ. രാമായണ, ഭാരത, ഭാഗവത യാത്രകൾ പകർന്നു തരുന്ന അനുഭൂതി, വാക്കുകളുടെ സൂക്ഷ്മതാളമായി, യാത്രകളുടെ അന്തസത്തയായി ആ കവിതകളിൽ നിറഞ്ഞു കവിഞ്ഞു. വർത്തമാനകാല ജീവിത സമസ്യകളുടെ അവതരണത്തിൽ പോലും അതിൻ്റെ വേരുകൾ, വളരെ ആഴത്തിൽ നിൽക്കുന്ന വേരുകൾ നമ്മെ അമ്പരപ്പിച്ചിട്ടുമുണ്ട്. അത് ഒരു കവിതയെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറഞ്ഞു. ഈ മഴയിൽ നീ കർപ്പൂരം മണക്കുന്ന മറുമഴയാണെന്ന് പിയെ കുറിച്ചെന്ന പോലെ വിനയേന്ദ്രനെ കുറിച്ചും പറയാം. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കള്ളിയിൽ ഒതുക്കാവുന്ന ഒരു കവിയല്ല. അങ്ങനെ വീട്ടിൽ പിടിച്ചിരുത്തിയാൽ കണ്ണു വെട്ടിച്ച് വെയിലിലേക്കും മഴയിലേക്കും കുതറിയോടുന്ന ഒരു കുട്ടിയെ പോലെയാണ് വിനയേന്ദ്രൻ ആ കവി. എനിക്ക് തന്നെ അറിയാം, ഒരു കവിത ചൊല്ലാൻ പറഞ്ഞാൽ ഒരു 7 കവിതയെങ്കിലും ചൊല്ലി അവതരിപ്പിച്ച്, അത് മാത്രമല്ല നമ്മുടെ പരമ്പരാഗതമായ നാടോടി താളവട്ടങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കാവ്യങ്ങളിലൊക്കെയുള്ള ഈ സംസ്കൃത കാവ്യങ്ങളിലൊക്കെ ഉറഞ്ഞുകൂടുന്ന ചില താളപ്പെരുക്കങ്ങൾ, ഇതെല്ലാം തന്നെ സമൃദ്ധമായി തൻ്റെ കവിതയിൽ ഉപയോഗിച്ച ഒരാളെ കുറിച്ചാണ്, പ്രണയത്തിൻ്റെ തീർത്ഥാടകനെ കുറിച്ചാണ് കല്ലട ജോസ്, ഒരുപക്ഷെ ഒരേ നാട്ടുകാർ, അവരുടെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ വളരെ അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിത്വം ജോസ് വിനയേന്ദ്രനെ ഓർമ്മിക്കുന്നത്. വിനയേന്ദ്രൻ്റെ കവിതകളെ മൊത്തത്തിൽ നമുക്ക് ഞാനിതാ യാത്രയാകുന്നു പ്രിയേ ശുഭം, പ്രേമദുഃഖങ്ങൾ പ്രിയങ്ങളായി തീരുക, ഇങ്ങിതേ ജീവിതം, നാം ഓർത്തിരിക്കാതെ പെണ്ണുമാണും പ്രണയ സമയമായി തീരുന്നു. ഇത് കവിയുടെ ഒരു മാനിഫെസ്റ്റോ ആണ്. പ്രണയ വിരഹ യാത്രകളുടെ പാട്ടുകാരനാണ്.
ചങ്ങമ്പുഴയുടെ ഒരു കാവ്യ അന്തരീക്ഷത്തിലുള്ള പ്രണയ അന്തരീക്ഷമല്ല വിനയേന്ദ്രൻ്റെ കവിതകളിൽ. കുറേ കൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തരത്തിലും ഈ യാത്രയുടെ ഒരു ഭാഗമായി പ്രണയത്തെയും വിരഹത്തെയും തൻ്റെ ഭാണ്ഡത്തിൽ കൊണ്ടു നടന്ന കവിയാണ്. അപ്പം ആ കവിയെക്കുറിച്ചുള്ള ഓർമ്മ, ഞാൻ വിനയേന്ദ്രനെ കുറിച്ച് സംസാരിച്ചാൽ ഒരുപക്ഷെ അത് തന്നെ ആവും ഈ സംഭാഷണം എന്ന് എനിക്കറിയാം. കാട്ടരുവിയുടെ അലർച്ചകളും മഹാപർവ്വതങ്ങളുടെ ധ്യാനവും ഉൾക്കടലിൻ്റെ ശാന്തതയും മാറി മാറി അനുഭവിപ്പിച്ച ഒരു കവിയെ ഓർമ്മിക്കുക എന്നത് തന്നെ അതൊരു കവിതയിൽ ഉറക്കത്തിലാണ്. ജോസിൻ്റെ കവിത ആരംഭിക്കുന്നത് ഉറക്കത്തിൽ പെട്ടെന്നൊരു ഈ കടപുഴയിലെത്തി ഞാൻ എന്ന് പറയുക. ആഫ്രിക്കൻ നാടോടി കഥകളിലെ ഒരു ആജാനുബാഹുവായ ഒരു വ്യക്തിത്വത്തെ എന്ന പോലെ കഥകളിൽ നിന്ന് ഇറങ്ങി വരും പോലെ വിനയേന്ദ്രൻ നിലവിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ആ ചിത്രമാണ് ജോസ് ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ ചിത്രം കിട്ടിയാൽ മതി. അതോടൊപ്പം തന്നെ നമുക്ക് ജോസിൻ്റെ ഒരു ആജാനുബാഹുവായ നിൽപ്പും കൂടി ആവുമ്പോൾ അത് രണ്ടും ചേർന്ന ഒരു അനുഭൂതി നമുക്കുണ്ടാവും. ഞാൻ സാധാരണ എൻ്റെ ഒരു തോന്നൽ ഇതാണ്, നാം ഒരാളെക്കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അയാളെക്കുറിച്ച് നമ്മൾ എന്തിനാണ് എഴുതുന്നത്? നമ്മെക്കുറിച്ച് തന്നെ എഴുതാൻ വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു വിനയ ചന്ദ്രികയുണ്ട്, നമ്മുടെ ഉള്ളിലൂടെയുള്ളൊരു ഈ സഞ്ചാരിയായ മനുഷ്യനുണ്ട്. അതെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു രൂപകം എന്ന നിലയിലാണ് ജോസ് കവിതയിൽ വിനയചന്ദ്രൻ എന്ന കവിയെ ഉപയോഗിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും ഈ അനുസ്മരണ കവിതകളെല്ലാം തന്നെ അല്ലെങ്കിൽ വെറും ചരമകവിതയാണ് എന്ന് പറയാം. അത് പരമകവിതയിലേക്ക് സഞ്ചരിക്കുന്നത് തീർച്ചയായും അത് ആരെയാണോ അനുസ്മരിക്കുന്നത് അയാളെ കൂടാതെ ആരാണോ അനുസ്മരിക്കുന്നത് അയാളുടെ ഒരു മാനസികാവസ്ഥ, അയാളുടെ ഒരു ജീവിതം എല്ലാം തന്നെ ഇതിൽ ലയിച്ച് ചേരുമ്പോഴാണ്, ലാവയായി അനുഭവപ്പെടും പോലെയാണ്. അപ്പം ഇതിൽ ചങ്ങമ്പുഴയുടെ ഒരു പ്രവാഹത്തിൻ്റെ ഒരു ഘടന തീർച്ചയായും വിനയേന്ദ്രൻ്റെ കവിതകളിലുണ്ട്. അത് ജോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഉച്ചിയിൽ ചങ്ങമ്പുഴയും തിരുനെറ്റിയിൽ ഇളങ്കോവടികളും ധ്യാനത്തിൽ കണ്ണമ്മയും എന്ന് തുടങ്ങി തോരനും ആശാനും ഉള്ളൂരും തൊട്ടുള്ള കണ്ണശന്മാർ തൊട്ട് അർണോസ് പാതിരിയുടെ പാന, ഇങ്ങനെ എല്ലാ തരത്തിലെ ഈ എല്ലാ സമസ്ത താളങ്ങളെയും ഇങ്ങനെ കൊണ്ടു നടന്ന കവികൾ ഒരാൾ മലയാളത്തിൽ അധികമില്ല നമുക്ക്. അത് താത വസുദേവം എന്ന ഒരു കവിതയാണെങ്കിൽ അത് വേറൊരു രൂപത്തിൽ, എന്നാൽ അഞ്ചിതൾ വിനായകം എന്നത് വേറൊരു രൂപത്തിൽ, കാടിനെക്കുറിച്ച് കാടിൻ്റെ പാട്ട് എന്ന് പറയുന്നത്, കാട് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്ന ഒരു തന്മയി ഭാവത്തിലേക്ക് പോവുക. കാടിനെ വേറെ എവിടെ അന്വേഷിക്കേണ്ടതില്ല, അത് ഞാൻ തന്നെയാണ് കാട്. അങ്ങനെ കാടായി നിന്ന് ഒറ്റമരം ഒരു കാടായി മാറുന്നത് പോലെയുള്ള അനുഭവം ജോസിൻ്റെ ഈ കവിതയിൽ വിനയചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്നത് പോലെ കല്ലട വി ജോസും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ അനുസ്മരിക്കാൻ കഴിയുകയുള്ളൂ. ഞാനും ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ വിനയേന്ദ്രനെക്കുറിച്ച് കവിത എഴുതിയ 1-2 പേരേ ഉള്ളൂ. അതിലൊരാൾ ഞാനാണ്. 90-ലാണ്. എൻ്റെ 93-ൽ ഇറങ്ങിയ പ്രവാസിയുടെ മൊഴികൾ എന്ന സമാഹാരത്തിൽ വിനയചന്ദ്രനോട് എന്ന പേരിൽ തന്നെ ഒരു കവിത ഉണ്ട്. അപ്പോൾ ഈ കവിതയുടെ ഒരു നാടോടി വഴക്കം, ഒരുതരം തട്ടും തടവുമില്ലാത്ത ഒഴുക്ക്, ഇതെല്ലാം തന്നെ ഈ പുഴയുടെ ജാതകം വരമായി ലഭിച്ച വിനയേന്ദ്രനെ ഓർമ്മിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പദഘടനയും അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ നാട്ടു വഴികളും, വീട്ടിലേക്ക് എന്നാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തകത്താളുകൾ, അമ്മയില്ലാത്തവർക്ക് എങ്ങു വീടില്ല, വീടെങ്ങുമേ വീട് എന്നൊക്കെ വീട്ടിലേക്കുള്ള വഴിയിൽ കണ്ടെത്തുന്ന ഒരു കവിയുണ്ട്. എന്താണ് കവിത യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അവനവൻ്റെ ഭൂമിശാസ്ത്രത്തെ അടയാളപ്പെടുത്തുക എന്നൊരു ദൗത്യമുണ്ട്. ആഫ്രിക്കൻ കവിത നമ്മൾ വായിച്ചാൽ ആഫ്രിക്കൻ മണ്ണ് ഒരട്ടി മണ്ണാണ്. ഒരു വാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന, മസ്തിഷ്കങ്ങളെ കൂട്ടിയിണക്കുന്ന ഒന്നാണ് വാക്ക് എന്ന് പറയുന്നത്. അത് ബന്ധങ്ങളുടെ സൂചന തന്നെയാണ്. തീർച്ചയായും വിനയചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഈ
പറയുന്ന ഈ സ്ഥലം, ഇപ്പം കടപുഴയായാലും അതുപോലെ ആ വീട്ടിലേക്കുള്ള വഴിയിലെ ഓരോ പ്രദേശമായാലും ഓരോ വാക്കും ഒരട്ടി മണ്ണിനെ നമ്മ ഒപ്പം കൊണ്ടുവരുന്നുള്ള വാക്ക് മണ്ണിൽ നിന്നാണ്. എം ഗോവിന്ദനൊക്കെ സൂചിപ്പിക്കുന്ന വാക്കേ വാക്കേ കൂടെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ വാക്ക്, ഓരോ വാക്കും അത് പിറവിയെടുത്ത നാടിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ മിടിപ്പുണ്ടാവും ആ വാക്കിൽ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം എന്ന എഴുത്തച്ഛൻ്റെ പ്രയോഗം പോലെ കാലത്തിൻ്റെ ഒരു പിടിയിൽപ്പെട്ട ഒരു അന്തരീക്ഷവും തീർച്ചയായിട്ടും ഉണ്ടാവും. എക്കാലത്തും എഴുത്തിനെക്കുറിച്ച് പറയാവുന്ന ഒരു രൂപം കൂടിയാണ് എഴുത്തച്ഛൻ്റെ കാലാഹിന പരിഗ്രസ്തമാം ലോകം എന്നുള്ളത്. അങ്ങനെ കാലവ്യഥയോടൊപ്പം കാലാതീതമായ ചില അനുഭവങ്ങളെയും ഒരു ദിവ്യമായ വെളിപാട് പോലെ വെളിപ്പെടുത്തുന്ന വിനയേന്ദ്രൻ്റെ കവിതയെ, ആ ദിവ്യമായ വെളിപ്പെടുത്തലിൻ്റെ മാസ്മരികതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജോസ് അനുസ്മരിക്കുന്നുണ്ട്. വെറും അനുസ്മരണം എന്ന നിലയിൽ നിന്ന് വ്യത്യസ്തമായി അത് കുറെ കൂടി, അത് ഈ ഒരു നമുക്കൊരു ശുദ്ധ കലാവാദികളെ പോലെ തിയറിയായിട്ട് പറയാൻ പറ്റുന്നതല്ല. ഒരു വളരെ ഒരു ഉറഞ്ഞ ഒരു വിനയചന്ദ്രൻ ഇങ്ങനെ ജോസിൽ ഉറഞ്ഞ് വരുന്നത് നമുക്ക് ഈ കവിതയിലൂടെ കാണാൻ പറ്റി, അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുള്ള. അത് ബുദ്ധിപരം എന്നതിനേക്കാളേറെ വൈകാരികമായൊരു ലോകം ഞാൻ വിനയേന്ദ്രനോടൊപ്പം ഇങ്ങനെ ഒരുപാട് വട്ടം കവിത ചൊല്ലി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവുകത്വം തീർച്ചയായും എൻ്റെ ആദ്യകാല കവിതകളിൽ അങ്ങനെ ഒരു അന്തരീക്ഷം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഉള്ളിലത് അങ്ങനെ ഒരു ചലനമുണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അത് എഴുത്തുകാരൻ സൃഷ്ടിച്ചെടുക്കുന്ന ഭാവുകത്വം എന്ന് പറയുന്നത് അതാണ് നമ്മളെ ഉള്ളിൽ ബാക്കിയാവുന്നത്. വിനയേന്ദ്രൻ എന്ന കവി സൃഷ്ടിച്ചൊരു ഭാവുകത്വമുണ്ട്. കവിതയുടെ പ്രാണനായി കവിതയെ കൊണ്ടു നടക്കുന്ന ഒരു ഭാവുകത്വം. അതാണ് വല്ലപ്പോഴും മാത്രം കവിത എഴുതുകയും അധികം എഴുതാതിരിക്കുകയും ചെയ്യുന്ന ജോസിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ശീലുകളെയോ അല്ല, പകരം എഴുത്തിൻ്റെ ആത്മാവിനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ്. കവിത എന്നല്ല, എല്ലാ സാഹിത്യരൂപവും ആത്മാവിൻ്റെ മുദ്രകളും കാലത്തിൻ്റെ മുദ്രകളും വഹിക്കുന്നുണ്ടെന്ന കാര്യം നമുക്കറിയാം. അങ്ങനെ സാഹിത്യത്തിലെ എല്ലാ അനുഭവങ്ങളെയും, ഒരുപക്ഷെ വിനയേന്ദ്രൻ്റെ ഒരു പ്രത്യേകതയാണ്, ചിലപ്പോൾ കവിതയുണ്ടാവും, അതത്ര സ്വാഭാവികമാണ്. പറയുന്ന കവിതയും പാടുന്ന കവിതയും ഇതെല്ലാം ഉണ്ടാവും. അത് കവിതയെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഒരു കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയാൻ പറ്റില്ല. ലെറ്റ് ദ ബേർഡ് സിങ് മാൻ ടോക്സ് എന്ന് പറയാറുണ്ട്. പക്ഷികൾ പാടുകയാണ്, മനുഷ്യൻ സംസാരിക്കുക എന്നുള്ള. അതുപോലെ പക്ഷികളെ പോലെ ഇങ്ങനെ ദേശാടന പക്ഷികളെ പോലെയും അങ്ങനെ പലതരത്തിലുള്ള ഒരു യാത്രാപ്പാട്ടുകാരൻ്റെ അനുഭവത്തെ ജോസി കവിതയിൽ ഓർമ്മിക്കുന്നുണ്ട്. കവിത പലതരം ഓർമ്മകളുടെ ഒരു സങ്കലനമാണ് എന്ന് പറയാം. പലതരത്തിലുള്ള ഓർമ്മകളാണ് ഈ കവിതയിലും. ഈ ജോസ് അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ പല ഓർമ്മകളാണ്. അത് കുഞ്ഞൻ നമ്പ്യാരുടെ ഓർമ്മകൾ ഉണ്ടാവും, കുഞ്ഞൻ നമ്പ്യാരുടെ കിലുക്കം, കവിതയിലെ കിലുക്കം ഉണ്ടാവും, ധ്യാനത്തിൻ്റെ വിശുദ്ധി ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. വിനയേന്ദ്രൻ്റെ കവിതകളെ അതിൻ്റെ സൂക്ഷ്മാംശത്തിൽ, അതിനെ അതേപടി എടുക്കാൻ പറ്റില്ല, സൂക്ഷ്മാംശത്തിൽ അത് പ്രതിനിധാനമായി മാറുന്നുണ്ട്. ഓരോ വാക്കും ഇപ്പോൾ ഒരു ഒറ്റ വരിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് ഇപ്പോൾ ഉച്ചിയിൽ ചങ്ങമ്പുഴ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കവിയുടെ ഒരു അലച്ചിലിനെ ഇത്ര ഭംഗിയായി പറയാൻ വേറെ ഒരിക്കലും പറ്റുകയില്ല. കാരണം ഈ കാലുവെന്ത നായയെ പോലെ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കവിയുടെ നിയോഗമാണ്. ഇവിടെ ഈ ഉച്ചിയിൽ ചങ്ങമ്പുഴയും തിരുനെറ്റിയിൽ ഇളങ്കോവടികളും ധ്യാനത്തിൽ കണ്ണമ്മയും ഇങ്ങനെ അർണോസ്പാതിരിയും തോലനും എല്ലാം അടങ്ങുന്ന നമ്മുടെ കാവ്യ സംസ്കാരത്തെ മുഴുവൻ ഇങ്ങനെ ഒരാൾ കൊണ്ടു നടക്കുമ്പോൾ അയാൾ കവിയാകാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. കവിക്ക് മാത്രമേ ഇങ്ങനെ പല ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അത് ഭൂതകാലത്തിൽ അഭിരമിക്കുന്നതോടൊപ്പം ഭാവി കാലത്തെ നോക്കുകയും അതിനെ ഉണ്ണുകയും ചെയ്യുന്നവനാണ്. വർത്തമാനത്തെ തോളിലേറ്റുന്നവനുമാണ്. ഇങ്ങനെ പല ഓർമ്മകളുടെ പലതര തട്ടിലുള്ള മണ്ണിനടിയിലെ സൂക്ഷ്മ ശബ്ദങ്ങളെ വരെ കവിതയിലേക്ക് കൊണ്ടുവരുന്ന ഡി വിനയേന്ദ്രൻ എന്ന കാവ്യ വ്യക്തിത്വത്തെ ഒരു രൂപകമായി എടുത്തുകൊണ്ടാണ് ജോസി കവിത അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ കവിത വിനയേന്ദ്രൻ മുഴങ്ങുന്നതോടൊപ്പം ജോസിനെയും
നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ള വെറും അനുസ്മരണ കവിത എന്നതിനപ്പുറം അത് ഈ അലച്ചിലിൻ്റെ തൻ്റെ നാടിൻ്റെ വേരുകളിങ്ങനെ കൊണ്ടു നടന്ന് ദേശാന്തരങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ്റെ ഒരു അന്തരീക്ഷത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് ഒരു കൊളോണിയൽ യുക്തികളെയും സ്വീകരിക്കുന്നില്ല ഉള്ള നാട്ടറിവിൻ്റെ മണവും തണലുമാണ് ഈ കവിതയിലൂടെ വിനയചന്ദ്രൻ എന്ന ഒരു വിനയ പുരുഷനെ അവതരിപ്പിക്കുന്നത്. ജോസിൻ്റെ ഈ കവിത തീർച്ചയായും ഡി വിനയചന്ദ്രൻ എന്ന മലയാള കവിതയിലെ വലിയ കവി, ഒരുപക്ഷെ അടയാളപ്പെടുത്താൻ പലരും ശ്രദ്ധിക്കാതെ പോയ മലയാളത്തിലെ ഒരു വലിയ കാലാവസ്ഥയായി മാറിയ കവിയരങ്ങുകൾ എന്ന് പറയുന്നത് ചടങ്ങിന് കവിത വായിക്കുക എന്നതിൽ ഉപരിയായി അടിമുടി കവിതയായി ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിത്വത്തെ വിനയപുരുഷനിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ജോസിൻ്റെ ഈ കവിത വിനയേന്ദ്രനോടുള്ള വളരെ ഉള്ളാലെയുള്ള ഒരു ആത്മബന്ധമുണ്ട്. ആ ബന്ധത്തെ എനിക്ക് ഓർമ്മിക്കാനും ഇടയാക്കി. ജോസിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. അനുസ്മരണ കവിതകളുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ജോസ് ഇടയ്ക്കിടയ്ക്ക് മറ്റു ചില കവിതകളിലേക്കും ധാരാളം കവിതകളിലേക്കും ഇറങ്ങിത്തിരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാക്കനലിൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു വാക്ക് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിച്ച എല്ലാവരോടും, പ്രിയപ്പെട്ട ഇതിൻ്റെ മോഡറേറ്റർ കാർത്തികേയൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള സ്നേഹാശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മിഥുനം, ഡി വിനയചന്ദ്രൻ. അവതരണം ബാബു മണ്ടൂർ. മടിയിലിരിക്കുന്നു നീ എങ്കിലും നമ്മൾ മലകൾക്കുമപ്പുറമുള്ള ഋതുക്കളാം തളിർ ചുവക്കുന്നോരു ഗ്രീഷ്മവനശാഖി തരളനാം ഞാൻ നീ പൊഴിയും ഹിമഭീതി പരവശനാക്കുന്നു നിൻ സ്പർശം ആശ്ലേഷചകിത സമ്മർദ്ദങ്ങൾ സന്ധ്യാകടാക്ഷങ്ങൾ വിവശയാകുന്നു നീ എൻ സ്നേഹചുംബന പുതുമകളിൽ ശ്വാസം നിലയ്ക്കും പുണരലിൽ അറിയുന്നു നീ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അറിയുന്നു ഞാൻ നിന്റെ ഭൂതവും ഭാവിയും മുറിയിൽ മുഴങ്ങുന്ന ബാംസുരി വാസന്ത വനഗന്ധവാഹന സ്മൃതികളുണർത്തുന്നു ഇടയിലെടുക്കുന്ന ഫോണിൽ നാം കേൾപ്പത് മഴ നിലയ്ക്കാത്ത മേഘാലയജ്വാലകൾ ഒരു നിമിഷം ഓരോ നിമിഷവുമായിടാം ഒരു പൂവിലെല്ലാ ഋതുക്കളും പൂത്തിടാം പകരുന്നു നാം സർപ്പമായി ചിലന്തിയായി പടരുന്നു തീയായി ജലവൃക്ഷവക്ഷസായി ഒരു രാത്രിയെ 1001 രാത്രിയായി കഥകൾ പറഞ്ഞു നീ പിന്നെയും കന്യയായി വിരിമാറിലേക്കു ചാഞ്ഞ് എന്റെ മടിയിൽ നീ പരിഭവമോരോന്ന് ചൊന്നിരിക്കുമ്പോഴും പുകയുന്നു വേനൽ മണക്കുന്ന പോലെ ഞാൻ പുലരുന്നു നീ മൃതസ്വപ്നഹേമന്തമായി പകലാറുമാസമായി രാവാറുമാസമായി പിരിയും ധ്രുവപ്രദേശത്തിലെ പക്ഷികൾ ചെടികൾ മത്സ്യങ്ങൾ നിശബ്ദതയീണങ്ങൾ ചെവിയോർത്തു പിന്നെയും നാം ഇരിക്കും നേരം ശതതന്ത്രി ഗ്രീഷ്മസുമകാഹളമെന്നു ഞാൻ ചതി ഹിമക്കരടി തന്നൊച്ചകളെന്നു നീ ഒരു ക്ഷണം കയ്പും വെറുപ്പും വിരക്തിയും കലരുന്നു നമ്മുടെ രക്തപ്രസാദത്തിൽ നിൻ പിൻകഴുത്തിൽ ഞാൻ ഉമ്മ വച്ചു
എന്റെ നെഞ്ചിൽ മുഖമമർത്തിക്കരയുന്നു നീ. അല്പം കഴിഞ്ഞു നാം ഒന്നുപോൽ ശൈശവ വർഷക്കനിവിന്റെ താരാട്ടു കേൾക്കുന്നു. ദേവതമാരായി മരങ്ങളായി പൂക്കളായി നാം വീർപ്പിടുന്നു, വിയർക്കുന്നു പിന്നെയും. ഒറ്റ ജന്മം പോരാ സ്നേഹത്തിനൊന്നുമേ, അക്കരയെത്താത്ത ദൂരത്തിലിപ്പോഴും. ഒറ്റ ജന്മം പോരാ സ്നേഹത്തിനൊന്നുമേ, അക്കരയെത്താത്ത ദൂരത്തിലിപ്പോഴും. സ്വൽപ്പനേരം നാം മയങ്ങിയോ, സംഗീതവൃത്തികൾ നിലാവിനോടൊപ്പം മറഞ്ഞുവോ. പൂമണമോ പാൽവിളിയോ സ്വപ്നത്തിലെ പൂന്തിങ്കളോ തൊട്ടുണർന്നു. നാം ഇങ്ങനെ എന്നും പിരിയാതിരിക്കാം, പുരാതന വന്യതയായെന്നു കൈകൾ കോർത്തിടുമ്പോൾ. നാം അറിയുന്നു പിരിയുകയാണു നാം അറിയാത്ത മുജ്ജന്മവ്യഥകളാൽ. കേൾക്കാം നമുക്കു പ്രിയപ്പെട്ട സാഗര സൂക്തത്തിലും നമ്മൾ വേർപിരിയുന്നിതാ. എങ്കിലും പോകാതെ നിന്നു പുതുമേഘ സങ്കടം പെയ്യാതെ മൂടുന്നു ഭൂമിയെ. ഉള്ളിൽ മുഴങ്ങി ജ്വലിക്കുന്ന നമ്മളോ മിന്നലായി മേഘനിനാദമായി മാറുന്നു. ഉള്ളിൽ മുഴങ്ങി ജ്വലിക്കുന്ന നമ്മളോ മിന്നലായി മേഘനിനാദമായി മാറുന്നു. വാക്കനൽ കുടുംബത്തിലെ എല്ലാ സമാന ഹൃദയർക്കും അഭിവാദനങ്ങൾ. സാഹിത്യഭൂമികയിൽ കവിതയെക്കുറിച്ച് കോറിയിട്ട ഏറ്റവും നല്ല നിർവചനങ്ങളിലൊന്ന് കൊടുങ്കാറ്റ് ശമിക്കാത്ത ചിന്തകളുമായി നടന്ന റിൽക്കെയുടേതാണ്. റിൽക്കെ പറഞ്ഞു, കവേ, താങ്കൾ എന്തു ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. പാടലവർണ്ണമാർന്ന നിഗൂഢ നിശബ്ദതകളെ താങ്കൾ എങ്ങനെ തിരിച്ചറിയുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്യവും അഗാധവുമായ നിലവിളികളെ താങ്കൾ എങ്ങനെ തരണം ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. കവേ, താങ്കൾ ഇപ്പോഴെന്തു ചെയ്യുന്നു? ഞാൻ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു. കവിത നിർമ്മലമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും വിപ്ലവവും ആവശ്യപ്പെടുന്നത് ആത്മബലിയാണ്. ഡി വിനയേന്ദ്രൻ്റെ കവിചേതനയും ഭൗതിക ജീവിതവും മലയാളത്തിൻ്റെ കാവ്യ സംസ്കൃതിയും ആത്മസമർപ്പണത്തോടെ കവിയുടെ ഹൃദയബന്ധുവായ വി ജോസ് കല്ലട ഏറ്റുവാങ്ങിയതിൻ്റെ ഫലശ്രുതിയാണ് വിനയപുരുഷൻ എന്ന കവിത. ഈ കവിത ഹൃദയം കൊണ്ട് വായിക്കുമ്പോൾ സ്മൃതിപഥത്തിലേക്ക് 3 കവിതകൾ കടന്നു വരുന്നുണ്ട്. സച്ചിദാനന്ദൻ്റെ മലയാളം, വൈലോപ്പിള്ളിയുടെ മരണാനന്തരം സച്ചിദാനന്ദൻ തന്നെ എഴുതിയ ഇവനെക്കൂടി, ഷെൽവി എഴുതിയ എ അയ്യപ്പന് തുടങ്ങിയ കവിതകളും ജോസേട്ടൻ്റെ വിനയപുരുഷനും ഒരേ ഋജുരേഖയിൽ സംഗമിക്കുന്നുണ്ട്. ഭൂമിയിലെ പുഴകൾക്കും കനികൾക്കും മുമ്പേ എന്നെ അമൃതൂട്ടിയ പൊക്കിൾക്കൊടി, വേദനയുടെ ധന്യമൂർച്ചയിൽ സ്വയം പിളർന്ന് എന്നെ വെളുത്തുള്ളിയുടെയും ഉലുവയുടെയും ഗന്ധങ്ങളിലേക്ക് ആനയിച്ചവൾ എന്നു തുടങ്ങുന്ന സച്ചിദാനന്ദൻ്റെ മലയാളം എന്ന കവിത അമ്മ മലയാളം പിറവി കൊണ്ട നാൾ വഴികളുടെ, വിശിഷ്യ മലയാള കാവ്യ സംസ്കൃതിയുടെ ഉരുവം കൊണ്ട ചരിത്ര വഴികളുടെ ഹൃദയരേഖയാണ്. മലയാളത്തിൻ്റെ കാവ്യ സംസ്കൃതിയുടെ ചരിത്രം അനുപമ ലാവണ്യത്തോടെ മലയാളം എന്ന കവിതയിൽ ഇതൾ വിരിയുന്നത് പോലെ മലയാള ഭാഷയുടെ ഈടുവയ്പ്പുകൾ കടലിനെ വെൺശങ്കിൽ കോരിയെടുക്കുന്നത് പോലെ ജോസേട്ടൻ്റെ വിനയപുരുഷനിലും നിറഞ്ഞു നിൽക്കുന്നു. ഇവനെ കൂടി സ്വീകരിക്കുക
ഹേമന്തത്താൽ മെലിഞ്ഞ നിളാനദി എന്ന് തുടങ്ങുന്ന സച്ചിദാനന്ദൻ്റെ കവിത വൈലോപ്പിള്ളിക്കുള്ള അന്വർത്ഥമായ അക്ഷരോദകമായിരുന്നു. ഏയപ്പന് നൽകിയ ഉചിതമായ സ്മരണാഞ്ജലിയായിരുന്നു ഷെൽവിയുടെ ഏയപ്പന് എന്ന കവിത. അതുപോലെ തന്നെ ഡി വിനയചന്ദ്രൻ്റെ കവിതകളിലൂടെയും വൈയക്തിക സ്വത്വത്തിലൂടെയുമുള്ള ജോസേട്ടൻ്റെ അക്ഷര തീർത്ഥാടനമാണ് ഈ കവിത. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കവിതയും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ കൊഴിച്ചെറിഞ്ഞ ഡി വിനയചന്ദ്രൻ്റെ സർഗജീവിതത്തിനൊരു പാഠം നിർമ്മിക്കുകയാണ് ജോസേട്ടൻ. ഒരു കവിത സാംസ്കാരിക വിമർശനവും ജീവിതമെഴുത്തുമാകുന്ന അപൂർവതയാണ് വിനയപുരുഷൻ എന്ന കവിത കാലത്തിനുമേൽ വിധാനിക്കുന്നത്. ഡി വിനയചന്ദ്രനും വി വി ജോസും പിറന്നു വീണത് ഒരേ ജൈവ പരിസരത്തിലാണ്. കല്ലടയാറിൻ്റെ തീരത്തുള്ള കടപുഴ. ഒരു സ്വപ്നത്തിൻ്റെ തിരശ്ശീലയിൽ നിന്നുമാണ് കവിത ആരംഭിക്കുന്നത്. സ്വപ്നം കവിയെ കടപുഴക്കി എറിഞ്ഞെത്തിക്കുന്നത് കടപുഴയിലാണ്. അവിടെ വീട്ടിലേക്കുള്ള വഴിതെറ്റി വിനയചന്ദ്രൻ നിൽപ്പുണ്ട്. വിനയചന്ദ്രൻ്റെ പ്രശസ്ത കവിതയാണ് വീട്ടിലേക്കുള്ള വഴി. പ്രയാണിയായ കവിയായിരുന്നു വിനയചന്ദ്രൻ. യാത്രകളോടുള്ള അടങ്ങാത്ത ലഹരി പ്രാണനിലേറ്റുവാങ്ങിയവൻ. യാത്രകൾ അവസാനിക്കുന്നത് ഓർമ്മകളിലേക്കാണ്. ഓർമ്മകളിൽ നിന്നും വീണ്ടും യാത്രകൾ തുടങ്ങുന്നു. വിനയചന്ദ്രൻ്റെ ഓരോ യാത്രകളും ലക്ഷ്യമിട്ടത് വീടായിരുന്നു. വിനയചന്ദ്രന് വീട് ചരിത്രവും ഭാവനയുമായിരുന്നു. സ്ഥലകാലങ്ങളെല്ലാം ഭേദിക്കുന്ന ഭാവാന്തരീക്ഷത്തെ വിനയചന്ദ്രൻ കവിതയിൽ കുടിയിരുത്താറുണ്ട്. കുമാരിയിൽ സാഗരസ്നാനം, ഗയയിൽ ബലി, ഹിമവാനിൽ ഏകാന്തയാത്ര എന്ന് വിനയചന്ദ്രൻ എഴുതുന്നുണ്ട്. ജോസേട്ടനും വിനയചന്ദ്രനെ പിൻപറ്റി ഈ കവിതയിൽ സ്ഥലകാലങ്ങളെ ഭേദിക്കുന്നു. വിനയചന്ദ്രൻ്റെ വിഖ്യാത കവിതകളുടെ സമഗ്ര സ്പർശിനിയായി വിനയപുരുഷനും മാറുന്നു. കൂന്തച്ചേച്ചി, പൊടിച്ചി, സമസ്ത കേരളം പിയോ, കായിക്കരയിലെ കടൽ, ഉപരികുന്ന് നോവൽ തുടങ്ങിയ കൃതികൾ പരാമർശിച്ച് വിനയചന്ദ്രന് പൂർവ്വസൂരികളുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം ജോസേട്ടൻ അടയാളപ്പെടുത്തുന്നു. കൂന്തച്ചേച്ചിയും പൊടിച്ചിയും പരാമർശിക്കുന്നിടത്ത് റാണിയും നാണിയും കടന്നു വരുന്നത് ശ്രദ്ധേയമാണ്. ആമുഖത്തിൽ പറഞ്ഞ ഭാഷയുടെയും കവിതയുടെയും ചരിത്രം കൂടി വിനയപുരുഷനിൽ ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട്. രുദിതാനുസാരിയാണ് കവി. കരച്ചിലിനെ പിന്തുടർന്നാണ് കവിത പിറക്കുന്നതെന്ന ഭാരതീയ ദർശനം. ക്രൗഞ്ചപ്പക്ഷികളുടെ കരച്ചിലിനെ പിന്തുടർന്ന് ആദികാവ്യത്തിലേക്ക് പോയ വാത്മീകി മുതലുള്ളവർ വിനയപുരുഷനിൽ വാഗ്മയ ചിത്രങ്ങളാകുന്നു. വാത്മീകി മുതലുള്ള മഹാരഥന്മാരായ കവികളുടെ കാവ്യജനിതികത്തിൻ്റെ യഥാർത്ഥ അനുഗാമിയാണ് ഡി വിനയചന്ദ്രനെന്ന് ജോസേട്ടൻ്റെ സാക്ഷ്യപ്പെടുത്തൽ ഈ കവിതയുടെ ഏറ്റവും വലിയ മൂല്യദർശനമാണ്. ഡി വിനയചന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്വത്വത്തെയും കവി ചാരിതയോടെ അടയാളപ്പെടുത്തുന്നുണ്ട്. 5 അടി 8 ഇഞ്ച് നീളത്തിൻ്റെ ഉരുളയ്ക്ക് വണ്ണത്തിൻ്റെ ഉപ്പേരി, വർണ്ണമോ ആഫ്രിക്കൻ നാടോടിക്കഥ. നാടോടി നാടോടുമ്പോൾ എതിരെ നടന്നൊരാൾ. ആഫ്രിക്കൻ നാടോടിക്കഥകൾ മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തത് ഡി വിനയചന്ദ്രനായിരുന്നു. വർണ്ണവംശീയതയുടെ പേരിൽ പീഡനകാലങ്ങൾ ഏറ്റുവാങ്ങിയ ഭൂവിഭാഗമായിരുന്നു ആഫ്രിക്ക. കറുപ്പിൻ്റെ വിമോചന പ്രത്യയശാസ്ത്രം വിനയചന്ദ്രൻ്റെ കവിതകളുടെ അന്തർധാരയായിരുന്നു. ദലിത് സ്ത്രീ വിമോചനം വിനയചന്ദ്ര കവിതകൾ എന്നും സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വർണ്ണമോ ആഫ്രിക്കൻ നാടോടിക്കഥ എന്ന് ജോസേട്ടൻ എഴുതുമ്പോൾ അതിൽ ദാർശനികമായ ഒരു ഭാവതലം കൂടി സമാഗതമാകുന്നു. വിനയചന്ദ്രൻ്റെ ഇടത്താവളങ്ങളെ ബുദ്ധയാനവുമായി സമരസപ്പെടുത്തിയുള്ള ബിംബകൽപ്പനകൾ അനുപമമാണ്. ഗൗതമനായലഞ്ഞ് ഉപരികുന്നിലെ കാഞ്ഞിരച്ചോട്ടിൽ ബോധോദയം, സഞ്ചാരങ്ങളുടെ ധർമ്മപദം, ചൊൽക്കാഴ്ചകളുടെ ത്രിപീഡിക, അധ്യാപനത്തിൽ സിദ്ധാർത്ഥൻ, പ്രഭാഷണങ്ങളിൽ ബോധിസത്വൻ, എഴുത്തിലൊരായിരം തഥാഗതൻ, ആവണിപുരമെന്ന കപിലവസ്തു, അനന്തപുരി എന്ന ശ്രാവസ്തി, അതിരമ്പുഴയെന്ന കുശിനഗരം, ഒടുവിൽ സരസ്വതി കൃപയാൽ നിർവാണം. കൊട്ടാരത്തിൻ്റെ സുഖഭോഗങ്ങളിൽ നിന്നും ജീവിതത്തിൻ്റെ തെരുവുകളിലേക്ക് ബുദ്ധൻ യാത്ര ചെയ്തത് ദുഃഖനിവാരണ മാർഗങ്ങൾ അന്വേഷിച്ചും മരണത്തിൻ്റെ സമസ്യകൾ നിർദ്ധാരണം ചെയ്യുവാനുമായിരുന്നു. ഡി വിനയചന്ദ്രൻ്റെ യാത്ര
പ്രകൃതിയുടെ രഹസ്യങ്ങളും വാക്കിൻ്റെ പൊരുളുകളും തേടിയുള്ളതായിരുന്നു. പുൽത്തുമ്പിനെ ഹിമകണത്തിൽ സൂര്യൻ ഉദിക്കുന്നത് പോലെ ഈ കവിതയിലെ ഒരു വരിയിൽ വിനയചന്ദ്രൻ്റെ കാവ്യപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പുഴയുടെ ജാതകം വരമായി ലഭിച്ചവൻ മുങ്ങി നിവർന്നത് കല്ലടയാറ്റിൽ എന്ന വരികളാണത്. സമസ്ത സംസ്കൃതിയുടെയും നാഗരികതകളുടെയും ഈറ്റില്ലങ്ങളാണ് പുഴകൾ. മലയാള കാവ്യ സംസ്കൃതിയെ ഉർവരമാക്കിയ, ചെന്നെത്തുന്നിടമെല്ലാം വസന്തങ്ങൾ നട്ടുനനച്ച് വളർത്തിയ പുഴയായിരുന്നു വിനയചന്ദ്രൻ്റെ കവിതകളെന്ന് ജോസേട്ടൻ സത്യവാങ്മൂലം നൽകുന്നു. ഉച്ചിയിൽ നിന്നൊരു ചങ്ങമ്പുഴ ഒഴുകുന്നു എന്ന വരികൾ ഡി വിനയേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത്യധികം അന്വർത്ഥമാണ്. 50കൾക്ക് ശേഷമുള്ള എല്ലാ തലമുറ കവികളെയും ഏറ്റക്കുറച്ചിലുകളോടെ ചങ്ങമ്പുഴ സ്വാധീനിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയ കവിതകൾ എഴുതിയിട്ടുള്ളത് ഡി വിനയചന്ദ്രനാണ്. കാൽപ്പനികത, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, പിന്നെ ഞാൻ എന്ന വിനയചന്ദ്രൻ്റെ ലേഖനത്തിന് പുൽക്കൊടിയെയും നക്ഷത്രത്തെയും താരതമ്യപ്പെടുത്തരുതെന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായരുടെ വിമർശനം ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. കഴുത്തിൽ അയ്യപ്പനെയും ജോണിനെയും തീണ്ടിയ പാമ്പ് എന്ന് കവി എഴുതുമ്പോൾ അലച്ചിലും ലഹരിയും നിറഞ്ഞ അരാജക വഴികളിലൂടെയുള്ള വിനയചന്ദ്ര സഞ്ചാരവും വെളിപ്പെടുന്നു. നിരൂപണത്തിൻ്റെ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ കുറവുകൾ കണ്ടെത്താനുള്ള ഒരു ദോഷേദൃക്കിൻ്റെ വ്യഗ്രതയോടെ ഈ കവിതയെ സമീപിച്ചാൽ 2 കുറവുകൾ വിനയപുരുഷനിൽ കാണാം. ഇക്കാടിന് ഞാൻ എന്തു പേരിടണം, കാടിന് ഞാൻ എൻ്റെ പേരിടും എന്നെഴുതിയ ഡി വിനയചന്ദ്രൻ ഹരിതദർശനത്തിൻ്റെ കാവലാളായ കവിയായിരുന്നു. പ്രകൃതിയോടുള്ള വിനയചന്ദ്രൻ്റെ അടങ്ങാത്ത പ്രണയം കവിതയിൽ വന്നിട്ടില്ല. ഒപ്പം നിളാതടത്തിൽ കാവ്യകന്യകയെ തേടിയലഞ്ഞ പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തിലും കവിതയിലുമുള്ള യഥാർത്ഥ അനുചരനായിരുന്നു ഡി വിനയചന്ദ്രൻ. പിയുടെ പേര് കവിതയിൽ പരാമർശിക്കപ്പെട്ടില്ല. എന്നാൽ കവിതയുടെ ഭാവശില്പത്തിൽ ഇതൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. വിനയപുരുഷൻ എന്ന കവിതയുടെ ഹൃദയവായനയിൽ വിലയിക്കുന്ന ഒരാസ്വാദകനും ഒരിക്കലും ഇതൊന്നും അലട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഡി വിനയചന്ദ്രൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് കായിക്കരയിലെ കടൽ. തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിലപ്പെട്ട പുരസ്കാരം ചെന്നൈയിൽ നിന്നുമുള്ള ആശാൻ പ്രൈസാണെന്ന് ഈ അവതാരകനോട് ഡി വിനയചന്ദ്രൻ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജോസേട്ടൻ കവിതയുടെ അവസാന ഭാഗത്തെഴുതുന്നു: കടപുഴ കടവത കായിക്കരയാകുന്നു, കടവിനപ്പുറം കടലൊന്നിരമ്പുന്നു, കടലിലൊരു കടലിളകി മറിയുന്നു, കായിക്കര കടൽ തീരത്ത് ചൈത്രപൗർണമി പെറ്റ ഗാനകോകിലം. കുമാരനാശാനാണ് മലയാളത്തിലെ ആധുനിക കവിതാകാശത്ത് അമരനക്ഷത്രമായി ജ്വലിക്കുന്നത്. മലയാള കവിതയിൽ കുമാരനാശാന്റെ പൈതൃക വഴിയുടെ യഥാർത്ഥ പിൻഗാമി ഡി വിനയചന്ദ്രനാണെന്ന ദർശനം നൽകിയാണ് ജോസേട്ടൻ വിനയപുരുഷൻ എന്ന കവിത അവസാനിപ്പിക്കുന്നത്. ഈ കവിത വായിച്ചു കഴിയുമ്പോൾ വായനക്കാരിൽ ഒരു സന്ദേഹം ബാക്കിയാവുന്നു: വിനയപുരുഷൻ എന്ന കവിത എഴുതുമ്പോൾ ഡി വിനയചന്ദ്രൻ ജോസേട്ടനിലേക്ക് പരകായ പ്രവേശം നടത്തിയോ, അതോ വി ജോസ് ഡി വിനയചന്ദ്രനെ ആവാഹിച്ചു? എന്തുതന്നെയായാലും ഡി വിനയചന്ദ്രൻ എന്ന കവിക്ക് നൽകിയ അനശ്വരമായ സ്മരണാഞ്ജലി അക്ഷരോദകമാണ് വിനയപുരുഷൻ എന്ന കവിത. നന്ദി, നമസ്കാരം. ശ്രീ ഡി വിനയചന്ദ്രൻ മാഷിൻ്റെ കവിത ജീവിതം. ശബ്ദം സതീശൻ പനപ്പൂൽ. അക്കലണ്ടറിനറ്റത്തിരിക്കുന്നു ദിക്കിലെട്ട് കാലുള്ളൊരു ജീവിതം, അക്കുളത്തിൻ്റെ വക്കത്തിരിക്കുന്നു എത്തി നോക്കി കൊതിക്കുന്ന ജീവിതം. അക്കലണ്ടറിനറ്റത്തിരിക്കുന്നു ദിക്കിലെട്ട് കാലുള്ളൊരു ജീവിതം, അക്കുളത്തിൻ്റെ വക്കത്തിരിക്കുന്നു എത്തി നോക്കി കൊതിക്കുന്ന ജീവിതം. പിണ്ടമുണ്ട് പറക്കുന്നു ജീവിതം, 2-3 മിടിക്കുന്നു ജീവിതം, അമ്മുലപ്പാൽ കുടിക്കുന്നു
ജീവിതം. അമ്മുഖത്തുമ്മ വയ്ക്കുന്നു ജീവിതം. പിണ്ടമുണ്ട് പറക്കുന്നു ജീവിതം. രണ്ട് മൂന്നായി മിടിക്കുന്നു ജീവിതം. അമ്മുലപ്പാൽ കുടിക്കുന്നു ജീവിതം. അമ്മുഖത്തുമ്മ വയ്ക്കുന്നു ജീവിതം. കുന്നിറങ്ങിയും പെയ്യുന്നു ജീവിതം. കുമ്പിളിൽ വെയിൽ കോരുന്നു ജീവിതം. തുമ്പയിൽ തുടികൊട്ടുന്നു ജീവിതം. കമ്പിളിപ്പുതപ്പാകുന്നു ജീവിതം. കുന്നിറങ്ങിയും പെയ്യുന്നു ജീവിതം. കുമ്പിളിൽ വെയിൽ കോരുന്നു ജീവിതം. തുമ്പയിൽ തുടികൊട്ടുന്നു ജീവിതം. കമ്പിളിപ്പുതപ്പാകുന്നു ജീവിതം. മൺഭരണിയിലാളുന്നു ജീവിതം. മണ്ണടരിൽ നിന്നാർക്കുന്നു ജീവിതം. ഒറ്റ നക്ഷത്രമാശിച്ചുദിച്ച നാൾ പട്ടുനൂൽ പുഴുവാകുന്നു ജീവിതം. ഒറ്റ നക്ഷത്രമാശിച്ചുദിച്ച നാൾ പട്ടുനൂൽ പുഴുവാകുന്നു ജീവിതം. കയ്യുനീട്ടി കരയുന്നു ജീവിതം. കയ്യു നോക്കി ചിരിക്കുന്നു ജീവിതം. ഒട്ടകപ്പുറത്തേറുന്നു ചന്ദ്രനായി ഒട്ടുമാഞ്ഞും തെളിഞ്ഞുമീ ജീവിതം. കയ്യു നീട്ടി കരയുന്നു ജീവിതം. കയ്യു നോക്കി ചിരിക്കുന്നു ജീവിതം. ഒട്ടകപ്പുറത്തേറുന്നു ചന്ദ്രനായി ഒട്ടുമാഞ്ഞും തെളിഞ്ഞുമീ ജീവിതം. മൺകുളത്തിൽ വരച്ചു മായ്ക്കുന്നിതാ കണ്ണിൽ ദീപം കൊളുത്തുന്ന ജീവിതം. ഒറ്റ രാത്രിയിൽ ചൂട്ടുകത്തിച്ച് കൊണ്ടക്കരയ്ക്ക് കടക്കുന്നു ജീവിതം. ഒറ്റ രാത്രിയിൽ ചൂട്ടുകത്തിച്ച് കൊണ്ടക്കരയ്ക്ക് കടക്കുന്നു ജീവിതം. പ്രിയമുള്ളവരെ, വി വി ജോസ് കല്ലട എന്ന നമ്മുടെ വാക്കാനലിൻ്റെ പ്രിയപ്പെട്ട ജോസേട്ടൻ്റെ വിനയ പുരുഷനെ ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് മറ്റൊരു കല്ലടക്കാരനുള്ള മംഗളപത്രമാണ്. പ്രിയ കവി ഡി വിനയചന്ദ്രൻ മാഷിന്. വിനയചന്ദ്രിക അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിൻ്റെ പേര് ആണ്. വിനയചന്ദ്ര കവിയുടെ ചരമവാർഷികത്തിൽ അവതരിപ്പിച്ച ഈ കവിതയിലൂടെ ജോസേട്ടൻ കവിയുടെ ബൃഹത് കാവ്യ സബരിയിലൂടെ ഒരു സ്വപ്ന സഞ്ചാരം നടത്തുമ്പോൾ ഞാനും 80കളുടെ അവസാനത്തിലെ കോളേജ് ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി സോണൽ കലോത്സവത്തിന് ഉദ്ഘാടകനായെത്തി മനോഹരമായി ഒരു പ്രഭാഷണം നിർവഹിക്കുകയും ഒരു കവിത ചൊല്ലി ഞങ്ങളെയെല്ലാം ആനന്ദിപ്പിക്കുകയും ചെയ്ത് നിറഞ്ഞ ചിരിയോടെ മടങ്ങുന്ന വിനയചന്ദ്രൻ മാഷിനെ ഓർക്കുന്നു. ജോസേട്ടനെ സ്വപ്നം കടപുഴക്കി എറിഞ്ഞിരിക്കുന്നത് 5 അടി 8 ഇഞ്ചിൻ്റെ ഉരുളയ്ക്ക് വണ്ണത്തിൻ്റെ ഉപ്പേരിയും നിരന്തരമായ അലച്ചിലുകൾക്കിടയിലും വീട്ടിലേക്കുള്ള വഴി അന്വേഷിക്കുന്ന, വീട്ടിലേക്ക് ഈ കൊച്ചു സഞ്ചിയിൽ കൊള്ളുന്ന നാട്ടിലെ വിത്തുകൾ സങ്കട പാട്ടുകളുമായി, വീട്ടിൽ നിന്ന് തിരിച്ച് പെട്ടിയിൽ ഊരിലെ പഞ്ഞവും ഉദയഗിരിയിലെ കുന്നിമണികളും വിഫലമായി പോയ സമരങ്ങൾ തൻ വീരഗാഥകളുമായി മെരുങ്ങാത്ത നാട്ട് ഇടവഴികളിലേക്ക് ഇറങ്ങി നടന്ന അമ്മയില്ലാത്തോർക്കേത് വീട് ഇല്ല വീട് എന്ന് പ്രഖ്യാപിച്ച വിനയചന്ദ്ര കവിയുടെ മുമ്പിലാണ്. ഉച്ചിയിൽ നിന്നും ഒരു ചങ്ങമ്പുഴ ഒഴുകുമ്പോൾ എന്ന് ജോസേട്ടൻ എഴുതുമ്പോൾ ചങ്ങമ്പുഴയ്ക്ക് ശേഷം
മലയാളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം പ്രണയ കവിതകൾ എഴുതിയ കവിയെ നാം കാണുന്നു. നീ ജനിക്കുന്നതിന് മുമ്പും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, നീ മരിക്കാതിരിക്കാൻ നിനക്കായി മരിച്ചു ഞാൻ എന്നും, ഒരു ഗീതം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, നീ വരാതെങ്ങനെ മുഴുവനാക്കും എന്നുമൊക്കെ മനോഹരമായ ആദർശ പ്രണയ വരികൾ എഴുതി വെച്ച കവി. ഞാൻ എങ്ങനെ ജീവിക്കും, എന്നെ ഓർക്കാതെ നീ എങ്ങനെ ജീവിക്കും എന്നിങ്ങനെ വിചാരപ്പെട്ടു നിൽക്കുമ്പോൾ നീയും പുതിയ സുഹൃത്തും തടിച്ചൊരു നായും അതിനെ നയിക്കുന്ന ബോയിയും ചിരിച്ച് രസിച്ച് കടന്നുപോയി, നന്നെന്ന് ഉള്ളിൽ ഞാനും ചിരിച്ചു പോയി എന്ന് നിർമ്മമമായ നർമ്മത്തോടെ നഷ്ടപ്രണയത്തെ നോക്കിക്കാണുന്ന കവിയെയും, എന്തിന് നിന്നോട് കള്ളം പറയണം, ഇല്ല നിന്നോട് എനിക്കത്ര അഗാധമായി എന്നെ മറന്നുള്ള ഒരു ഇഷ്ടവും പ്രേമവും എന്ന ആധുനിക സ്വാർത്ഥ പ്രണയത്തിന്റെ വരികളെയും വിനയചന്ദ്രൻ മാഷ് കുറിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നും പൂർവസൂരികളായ വയലോപ്പിള്ളിയും ഉള്ളൂരിലും ഒക്കെ നാം കാണുന്ന ദാർശനിക മാനങ്ങളെ കാടിന് ഞാനെന്ത് പേരിടും, കാടിന് ഞാൻ എൻ്റെ പേരിടും എന്ന പ്രഖ്യാപനത്തിലൂടെ പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്ന് പ്രകൃതി ചിന്ത എഴുതി വെച്ച കവിയെയും നമുക്ക് കാണാം. സഞ്ചാരപ്രിയനായിരുന്ന, നാട്ടിലും പുറത്തും ധാരാളം യാത്രകൾ നടത്തിയ യാത്രകളെ എല്ലാം കവിതപ്പെടുത്തിയ, ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ കവിതകളുടെ മലയാള വിവർത്തനത്തിലൂടെ അവയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ വിനയചന്ദ്ര കവിയെ ജോസേട്ടൻ തൊട്ടുപോകുന്നുണ്ട്. ഇതിഹാസകാരരും പട്ടികയിൽ വരുന്നു. കുട്ടികളുടെ ഭഗവത്ഗീത എഴുതിയ വിനയചന്ദ്രൻ മാഷയാകാം കവിയുടെ ഓർമ്മിപ്പിക്കുന്നത്. ബിംബസമൃദ്ധമായ നാട്ടുവഴക്കങ്ങളുടെ ചാരുത ധാരാളമായി കോർത്തിണക്കിയ തോറ്റങ്ങൾ എഴുതിയ, കാടും മേടും പച്ചപ്പും കവിതയിലേക്ക് ആവാഹിച്ച, മലയാള കവിതയുടെ നടപ്പ് ശീലങ്ങളിൽ നിന്നും മാറി നടന്ന, കടമ്പിനിട്ടയ്ക്ക് ശേഷം 80കളുടെ ക്യാമ്പസുകളെ ചൊൽക്കവിതകളുമായി കോരിത്തരിപ്പിച്ച മലയാളിക്ക് കവിതയുടെ പുതിയ സഞ്ചാര പദങ്ങളെ പരിചയപ്പെടുത്തി നടന്നു മറിഞ്ഞ മലയാളത്തിന്റെ പ്രിയ കവി ഡി വിനയചന്ദ്രൻ മാഷിന്റെ കാവ്യസപര്യയിലേക്കുള്ള തികച്ചും സഫലമായ ഒരു തിരിഞ്ഞുനോട്ടം തന്നെയായി ജോസേട്ടന്റെ ഈ ശ്രമം. ഇനിയും ഉജ്ജ്വല കവിതകളുമായി ജോസേട്ടൻ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊരു ഓട്ടപ്രദക്ഷിണം മാത്രമേ ആയുള്ളൂ എന്നറിയാം, ക്ഷമിക്കുക. നന്ദി, നമസ്കാരം. ഡി വിനയചന്ദ്രന്റെ കൊതി എന്ന കവിത ആലപിക്കുന്നത് ശ്രീമതി ഗോമതി ആലക്കാടൻ. ആരാകുവാൻ കൊതിക്കുന്നു നീ ഭാവിയിൽ, ആരാഞ്ഞിതോരോ കിടാവിനോടും ഗുരു. ആരാകുവാൻ കൊതിക്കുന്നു നീ ഭാവിയിൽ, ആരാഞ്ഞിതോരോ കിടാവിനോടും ഗുരു. ഉച്ചയ്ക്കു വീട്ടിൽ മടങ്ങി വന്നിട്ടവൻ അച്ഛൻ മയങ്ങി കിടക്കുന്ന വേളയിൽ, വേട്ടാവിളി എൻ്റെ കൂടിനോടും കുഞ്ഞു പൂച്ചയോടും നിന്നു നീങ്ങി മറയുന്ന വെള്ളിമേഘത്തിൻ്റെ കൊമ്പിനോടും ഇലത്തുമ്പിയോടും വാഴക്കൂമ്പിനോടും. വീടൊന്നു ചുറ്റി പറമ്പൊന്നു ചുറ്റി വന്നോടി അടുക്കളക്കുള്ളിൽ കയറുമ്പോൾ, പച്ചമോരിൻ്റെ കലം വെച്ചിരിക്കുന്ന കൊച്ചുറിയോടുമുരൽ പുരയോടുമേ താനേ നടന്നവൻ ചോദിച്ചു തന്നോടു ചോദിച്ചിടും പോലെ പിന്നെയും പിന്നെയും. ആരാകുവാൻ കൊതിക്കുന്നു നീ ഭാവിയിൽ, ഇന്ദ്രജാലത്തിൽ മയക്കും ഗോസായിയായി
കൊമ്പനാനപ്പുറത്തേറുന്ന പാപ്പാനായി. തത്തയുമായി വരും കാക്കാത്തിയായി ചിലമ്പൊച്ചവാളും വെളിച്ചപ്പാടുമാകണോ. അമ്മഴക്കാലത്ത് കോലാഹലത്തോടു വൻകര മുക്കും വെള്ളപ്പൊക്കമാകിലോ. ഇന്നലെ അമ്പലത്തിൽ നൃത്തമാടിയ പെണ്ണിന്നരമണിയായി തുള്ളി നിൽക്കിലോ. പുന്നൽ കതിർ കൊക്കിലാക്കി പറക്കുന്ന വർണ്ണക്കിളികളിലൊന്നാമതാകിലോ. കാവിലടിമുടി പൂത്തോരശോകമായി ആനവാൽ മോതിരമാകിലുമെങ്ങനെ. എന്നും അഭിഷേകമാടുന്ന ദേവരോടൊന്നു ചോദിക്കാം പെടുക്കുവാൻ മുട്ടവേ. പൊന്നരഞ്ഞാണത്തിൻ കൂമ്പും ചുണവന്ന ചുണ്ണിയുമമ്മട്ട് ചോദിക്കേ നാണമായി. പെട്ടെന്ന് നിക്കറുമിട്ടു പടിപ്പുര തട്ടിമറിഞ്ഞു നടുമുറ്റമപ്പുറം. അമ്മ കിടക്കും മുറിയിൽ കടക്കവേ തെല്ലേ മയങ്ങുന്നൊരമ്മ തൻ മാറത്ത്. മെല്ലെ തല വെച്ചവൻ മൊഴിഞ്ഞന്തരാ അമ്മയായി തീരുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ. മെല്ലെ തല വെച്ചവൻ മൊഴിഞ്ഞന്തരാ അമ്മയായി തീരുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ. വാക്കനൽ വീട് ഇന്ന് പുതിയൊരു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് സമാരംഭം കുറിക്കുകയാണ്. ശ്രീ ജോസേട്ടൻ്റെ കവിതയിലെ വാതിലും ജനലുകളും തുറന്നുകൊണ്ട് അതിൻ്റെ ഊർജവും വെളിച്ചവും ആവോളം നുകരുന്ന മധുരകരമായ ഒരു ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന വാക്കനൽ വീട്ടിലെ മുഴുവൻ അംഗങ്ങളെയും സ്നേഹോഷ്മളത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മാടായി സുരേഷ്. സമസ്ത കേരളത്തിലൂടെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും കയറിയിറങ്ങി പുഴയുടെ ജാതകം തീർത്ത കവിയുടെ കാൽച്ചുവട്ടിലേക്ക് ആദരപുഷ്പങ്ങൾ അർപ്പിക്കുന്ന കവിതയാണ് ശ്രീ ജോസേട്ടൻ്റെ കവിത. ശ്രീ ഡി വിനയചന്ദ്രനും ജോസേട്ടനും ഒരേ വൃക്ഷത്തിൻ്റെ ഇലകളാണ്. ശിവമുടിയിൽ ചന്ദ്രക്കല ചൂടി അക്ഷരങ്ങൾ കൊണ്ട് താണ്ഡവമാടിയ ഹിമാലയ പർവ്വതമാണ് കവിയെന്നും കവിയുടെ ഓരോ അംഗങ്ങളും ഓരോരോ കവി പാരമ്പര്യങ്ങളിലൂടെ രൂപാന്തരപ്പെട്ട് കവിയായി മാറിയ നാടോടി ഹൃദയമാണ് കവി ഡി വിനയചന്ദ്രൻ എന്ന് ജോസേട്ടൻ ഉറപ്പിക്കുന്നു. ആദികവിയിലൂടെ ഉറവയെടുത്ത് തുള്ളൽപ്പാട്ടുകളിലൂടെ ഉറഞ്ഞാടി കൃഷ്ണഗാഥയുടെ അഗാധതയിൽ മുഴങ്ങിയ ആധുനികതയുടെ ആശാനായും വള്ളത്തോളായും പണ്ഡിതനായ ഉള്ളൂരിനെയും മെയ്യിലേറ്റിയ കവിയാണ് ഡി വിനയചന്ദ്രൻ. പുരികം കൊണ്ട് താരാട്ടുപാടി കണ്ണമ്മയായും ഭക്തിയും വിഭക്തിയും ചേർന്ന പൂന്താനവും ഭട്ടതിരിപ്പാടും നിറഞ്ഞാടുകയാണ് കവിയിൽ. ജന്മസിദ്ധിക്കപ്പുറം ജീവിത പരിസരവും അനുഭവ മണ്ഡലങ്ങളും കൂടിച്ചേർന്നാണ് ഒരു വ്യക്തിയെ കവിയായി അക്ഷരങ്ങളിലൂടെ വളർത്തിയെടുക്കുന്നത്. അത് ഒരു ചരിത്ര, വർത്തമാന, സാമൂഹ്യ, സാംസ്കാരിക ശ്രേണീചേരലാണെന്നും ഹിമ ആലയത്തിൽ നിന്നും ഉരുകുന്ന ലാവയിലേക്കുള്ള രാസപ്രക്രിയയുമാണെന്നും ജോസേട്ടൻ എഴുതുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വഴി തെളിച്ചുകൊണ്ട് കവിത സാമൂഹ്യ നിർമ്മിതിയുടെ അസംസ്കൃത വസ്തുവാണെന്നും നമുക്ക് കാട്ടിത്തരുന്നു. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന അസംസ്കൃത വസ്തു എന്ന സാധാരണ ചരക്കുൽപാദന ബന്ധമല്ല അത്.
മനുഷ്യൻ്റെ ജൈവികമായ എല്ലാ ഉണർവുകളെയും കണ്ടെത്തി ഊർജദായകമായ സ്പർശം കൊണ്ട് മനസ്സിൻ്റെ അഗാധതയിലേക്ക് ഭാഷ കൊണ്ട് തൊട്ടും കൊളുത്തി വലിച്ചും തലോടിയും താരാട്ടുപാടിയും പ്രണയത്തിൻ്റെ അഗാധതകളിൽ ഉൾച്ചേർന്നും കാരുണ്യത്തിൻ്റെ നീരൊഴുക്കിയും സ്വപ്നങ്ങളുടെ സമരങ്ങളുടെ ആവേശവേദികൾ ഉണർത്തിയും സമൂഹത്തെ മാനവികതയുടെ സൗന്ദര്യശാസ്ത്രം ബോധ്യപ്പെടുത്തുന്ന സാംസ്കാരികമായ രാസപ്രവർത്തനങ്ങളാണ്. ഇവിടെ ഒരു കവി മറ്റൊരു കവിയെ അദ്ദേഹത്തിൻ്റെ ഉടലിലൂടെ വായിക്കുകയാണ്. ഡി വിനയചന്ദ്രൻ എന്ന കവി എഴുതിവെച്ച കവിത മാത്രമല്ല, കവിത എന്നും അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ രൂപപ്പെട്ട ചോരയും വിയർപ്പുമാണെന്നും അവിടെ നിന്നാണ് ഡി വിനയചന്ദ്രനെ വായിക്കാൻ തുടങ്ങേണ്ടതെന്നും ജോസേട്ടൻ അഭിപ്രായപ്പെടുകയാണ്. കള്ളയാറ്റിനുമപ്പുറം കടലിരമ്പമായി കവിതയായി പെരുന്തിരയായും മാറിയ കവിയെ കവികളിലൂടെ കടലിരമ്പമായി ചേർത്ത് വായിക്കുന്ന വായനാഗോപുരമായി പണിതുയർത്തിയ കവിയായി മാറുന്നു ജോസേട്ടൻ. പ്രിയപ്പെട്ട വാക്കനൽ കുടുംബാംഗങ്ങളെ, ആദരണീയനായ ശ്രീ മാധവൻ പുറച്ചേരി, പ്രിയപ്പെട്ട ജോസേട്ടൻ, സ്വാഗതമരുളിയ ശ്രീമതി ലക്ഷ്മി ഇന്ദ്രമ്പള്ളി, പ്രിയപ്പെട്ട മോഡറേറ്റർ ശ്രീ കാർത്തികേയൻ, മറ്റ് വാക്കനൽ സാരഥികളെ, വാക്കനൽ വീടിൻ്റെ സാഹിത്യ ചർച്ച 13-ാം ലക്കം ശ്രീ വി വി ജോസ് കല്ലട എന്ന ജോസേട്ടൻ്റെ വിനയപുരുഷൻ എന്ന കവിത തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു. (2014) ഡിസംബർ മാസം, സമയം രാവിലെ 10 മണി. കോഴിക്കോട് സജ്ജന ഹോട്ടലിൻ്റെ മുൻവശത്തെ മുറ്റമാണ് സ്ഥലം. കൂടെ വാക്കനലിൻ്റെ സ്ഥാപകരായ ഫൈസൽ കണ്ണോളി, ടി എ ഖുറേഷി എന്ന ഖുറേഷിക എന്നിവരുണ്ട്. ഫേസ്ബുക്കിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു മുഖം കാണാനുള്ള അത്യാഗ്രഹത്തിൽ, ആകാംക്ഷയിൽ ഞാനിങ്ങനെ മുള്ളുമ്മൽ നിൽക്കുകയാണ്. അതിവേഗം പടപടാമിടിക്കുന്നുണ്ട് ഉള്ളിലെ ചെറിയ ഘടികാരം. വിരലുകളിൽ ഒരു പുകവണ്ടിയുമായി മുടിനീട്ടി നീല ജീൻസ് പാൻറ്റും കോളറുള്ള നീണ്ടൊരു നീല ജുബ്ബായുമിട്ട് കൈകൾ മുന്നോട്ടും പിന്നോട്ടും ഊഞ്ഞാലാട്ടിക്കൊണ്ട് നടന്നു വരുന്നതാ തഥാഗതൻ. ഓടിവന്ന് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന എന്നെ ബിജു എന്നും പറഞ്ഞൊരു കെട്ടിപ്പിടുത്തമാണ്. ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ ജോസേട്ടൻ. കവിതയ്ക്ക് മേലെയാണ് ജോസേട്ടൻ്റെ കൂട്. ആ കൂട് തുറന്നാൽ അനൽപമായ അറിവിൻ്റെ മഹാനദി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ മഹാനുഭാവനെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ അറിവുകളും ഒരുപാട് മെച്ചപ്പെട്ടു എന്നതിലാണ് എൻ്റെ സന്തോഷം. കേരളം നെഞ്ചേറ്റിയ ഖാദികൻ ശ്രീ വി വി കുട്ടിയുടെ മകനായി കല്ലടയാറിൻ്റെ തീരത്ത് ജനിച്ച ഈ മഹാനുഭാവൻ്റെ കഥാപ്രസംഗം അനുഭവിക്കാനുള്ള അവസരവും ഈയുള്ളവന് വന്നു ചേർന്നിട്ടുണ്ടെന്നുള്ളതിൽ കൃതാർത്ഥനാണ് ഞാൻ. വാക്കനിൽ 2016 തോന്നുന്നു, വാക്കനൽ പേജിൽ ഈ കവിത ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എഴുത്തും കഥനവും പാട്ടും സംഗീതവും ഹൃദയത്തിൽ ആവാഹിച്ച ഈ പ്രിയങ്കരൻ്റെ വിനയപുരുഷൻ എന്ന കവിത മലയാളത്തിൻ്റെ പുണ്യങ്ങളായ കവികൾ ശ്രീ KGS-ഉം PK ഗോപിയും വായിച്ചിട്ടുണ്ട്. വായിച്ചു എന്ന് മാത്രമല്ല, കവിതയെപ്പറ്റിയുള്ള നല്ല അഭിപ്രായങ്ങൾ, ഗംഭീര കവിതയാണെന്നും ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്നുമുള്ള രീതിയിൽ ജോസേട്ടനെ വിളിച്ച് അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ എന്താണ് മലയാളികൾക്ക് ഈ കവിതയോട് ഇത്ര പ്രിയം തോന്നാൻ കാരണം എന്നത് കവിതയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു രാത്രി സ്വപ്നത്തിൽ കവിയെ കടപുഴക്കി എറിഞ്ഞ് കടപുഴയിൽ കല്ലട എന്ന ദേശത്തായിരുന്നു. അവിടെ വീട്ടിലേക്കുള്ള വഴി തെറ്റി ഒരാൾ നിൽക്കുന്നു. ആഫ്രിക്കൻ നാടോടി കഥയിലെ നാടോടിയുടെ നിറമുള്ള ആ മഹാനുഭാവൻ മറ്റാരുമല്ല, പ്രിയ വിനയപുരുഷനായ സാക്ഷാൽ ഡി വിനയചന്ദ്രൻ എന്ന കവിവര്യൻ.
എന്താണ് വിനയപുരുഷൻ എന്ന ശീർഷകത്തിൻ്റെ പ്രസക്തി? ഏത് കൃതിയും വായിക്കുന്നതിന് മുൻപേ ശീർഷകത്തിൽ തട്ടി നിൽക്കുക എന്ന് പറയുന്ന ഒരു കൗതുകമാണ്. അതുകൊണ്ട് തന്നെ ഈ ശീർഷകവും എന്നിൽ ആകർഷിക്കപ്പെട്ടു. വിനയപുരുഷൻ പോലെയുള്ള മറ്റൊരു പദമാണ് വാസ്തുപുരുഷൻ. ഞാൻ അതിൽ കയറി പിടിച്ചു. വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് തച്ചുശാസ്ത്രത്തിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ദേവനാണ്. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്. ഭൂമിയാകമാനം നിലകൊള്ളുന്ന വാസ്തുപുരുഷൻ എന്ന ദേവനായി വിനയചന്ദ്രൻ എന്ന മഹാകവിയെ താരതമ്യം ചെയ്യുന്നു എന്ന ബോധമാണ് എന്നിൽ ഉണർത്തിയത്. കവി ഉദ്ദേശിച്ചതും അതുതന്നെയാവാം. മഴയും മലയും പുഴയും കടലും കാടും പ്രകൃതി ആകമാനം വിനയപുരുഷൻ കവിതയിലും സഞ്ചാരത്തിലും പകർത്തിയെഴുതിയും അനുഭവിച്ചറിഞ്ഞതുമായ അത്യപൂർവമായ കവിജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനമാണ് വിനയപുരുഷൻ എന്ന ശീർഷകത്തിൻ്റെ പ്രസക്തി. 53 ദേവന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ട് വാസ്തുപുരുഷന്റെ ശരീരത്തിൽ. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഈ വിനയചന്ദ്ര കവിക്ക് ഈ ഒരു ശീർഷകം വളരെ അർത്ഥവത്തതായത് തന്നെ. പേരിൽ തന്നെ കലയുണ്ട്, ശരിയാണ്. വിനയേന്ദ്രൻ എന്ന പേരിൽ തന്നെ ഒരു ചന്ദ്രക്കലയുണ്ട്. ദിഗംബരനായ ശിവനെപ്പോലെ പ്രകൃതിയുടെ നഗ്നത ആവരണമായി അണിഞ്ഞിട്ടുണ്ട്. ഉച്ചിയിൽ ചങ്ങമ്പുഴ ഗംഗ പോലെ ഒഴുകുന്നുണ്ട്. കാൽപ്പനികതയുടെ മധുരപദങ്ങൾ ഹൃദ്യമായി ഒഴുകുന്നത് പോലെ. പ്രിയപ്പെട്ട എഴുത്തുകാർ ആരെന്ന ചോദ്യത്തിന് വിനയേന്ദ്രൻ മാഷ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. വേദവ്യാസൻ, വാത്മീകി, ഇളങ്കോവടികൾ, ഹോമർ, ഡാൻറ്റെ എന്നിവരാണെന്ന്. ചിലപ്പതികാരത്തിൻ്റെ കഥ കവിയെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഭട്ടതിരിയും പൂന്താനവും വിഭക്തിയായും ഭക്തിയായും കവിയിൽ ആകർഷണീയമായിട്ടുണ്ട്. ഇടംകണ്ണിലും വലങ്കണ്ണിലും അത് വ്യക്തമാണ്. ഉച്ചി മുതൽ പാദം വരെ നീണ്ടുനീർന്നു കിടക്കുന്ന കവിശരീരം ദേവന്മാരെ പോലെ വിലസുന്നവരാണിവരൊക്കെ. വലതു ചെവിയിൽ പ്രാസപ്പോർവിളി തമ്പ്രാക്കളും ഇടതു ചെവിയിൽ അർണോസ് പാതിരിയും കുടികൊള്ളുന്നു. പുത്തൻപാന എന്ന പേരിൽ പ്രശസ്തമായ കാവ്യങ്ങൾ എഴുതിയ അർണോസ് പാതിരിയെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതേപോലെ മൂക്കിൽ തോലൻ എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഹാസ്യ കവിയാണ്. കേരളീയ കലകളായ കൂത്തിനും കൂടിയാട്ടത്തിനും വേണ്ട ചടങ്ങുകൾ, വേഷം, കൈമുദ്രകൾ, അഭിനയങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. അതേപോലെ മീശയിൽ ആശയഗംഭീരനും കുമാരനാശാനും, മേൽച്ചുണ്ടിൽ ഉള്ളൂരും കീഴ്ച്ചുണ്ടിൽ വള്ളത്തോളും, ഇടംതോളിൽ ഇടപ്പള്ളി മണികൾ മുഴങ്ങുന്നു, വലംതോളിൽ വൈലോപ്പള്ളിയുടെ കാവ്യദീപം നിറഞ്ഞു കത്തുന്നു, കഴുത്തിൽ അയ്യപ്പനെയും ജോൺ അബ്രഹാമിനെയും തീണ്ടിയ പാമ്പെന്ന് പറയുമ്പോൾ രസകരമായൊരു കാഴ്ചയുണ്ട്. രണ്ടുപേരും ലഹരി വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. കവിക്കും അങ്ങനെയൊരു സുരപാനത്തിൻ്റെ ശീലമുണ്ട്. തെരുവിൻ്റെ തോഴന്മാരായ ഈ രണ്ട് മഹാമനീഷികളെ വിനയചന്ദ്രന് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് സാരം. നെഞ്ചിനുള്ളിൽ വാൽമീകിയും ഭാസനും കാളിദാസനും കണ്ണശനും ദറിതയും പിന്നെ പ്രണയനായകൻ നെരൂദയും പാടുന്നു. പറയപ്പെട്ട 12 മഹാത്മാക്കളും ലാറ്റിൻ അമേരിക്കൻ കവികളും നെഞ്ചിനുള്ളിൽ ഹൃദയരാഗം പൊഴിക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരുടെ ചില കൃതികൾ വിനയേന്ദ്രൻ മാഷ് മൊഴിമാറ്റം നടത്തിയത് ഇവിടെ അവിസ്മരണീയമാണ്. അതുപോലെ അരമണികളിൽ വെണ്ണിക്കുളം എന്നിവരും കിലുങ്ങുന്ന കാഴ്ച. രാമപുരത്ത് വാര്യർ ഇടതുകാലിലാണെങ്കിൽ വലതുകാലിൽ നിരണം കവി. പ്രശസ്തമായ ശിവക്ഷേത്രമാണ് കിള്ളിക്കുറിശിമംഗലം. ആ ശിവക്ഷേത്രം, അവിടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായൊരു കവിയുണ്ടല്ലോ, സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ. ഇടം കൈയിൽ കുഞ്ചൻ നമ്പ്യാരുടെ ചോരയോടുന്ന ഞരമ്പുകളാണ്. വലം കൈയിൽ സാക്ഷാൽ തുഞ്ചത്താചാര്യൻ. തിരൂരെ തുഞ്ചൻ പറമ്പിനടുത്തുള്ള ക്ഷേത്രമാണ് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം. കിളിയെന്ന് പറയുമ്പോൾ കിളിപ്പാട്ടല്ലാതെ മറ്റെന്താണ്? കൂന്തച്ചേച്ചി പ്രശസ്തമായ കവിതയാണ്. പൊടിച്ചി വിനയേന്ദ്രൻ മാഷിൻ്റെ നോവലും. കൊച്ചമണി കവിതയുടെ കാമുകിയായിരുന്നു. കൊച്ചമണിയെപ്പറ്റി പറയുമ്പോൾ എന്നും ഒരു പ്രണയ നോവായിരുന്നു കവിക്ക്. കൊച്ചമണി വിനയേന്ദ്രൻ്റെ ഒരു കവിത ഓർമ്മ വരികയാണ് കൊച്ചമണിയെ പറ്റി പറയുമ്പോൾ. നീ എന്ന കവിത. ആ കവിതയിൽ, നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, നീ മരിക്കാതിരിക്കാൻ നിനക്കായി മരിച്ചു ഞാൻ. പ്രണയിനിക്ക് വേണ്ടി ജീവൻ പോലും ബലികഴിക്കുന്ന ആദർശാത്മക പ്രണയമാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്.
പ്രണയകവിതകളുടെ ഉറ്റതോടനാണ് കവി. അതുപോലെ നാലപ്പാടനും കുഞ്ഞിക്കുട്ടനും ഇടശ്ശേരിയും കാക്കശ്ശേരിയും ചെറുശ്ശേരിയും കവിയിൽ ഉണർത്തിയ സ്വാധീനം ചെറുതല്ല. പിന്നീടുള്ള വരികളിലേക്ക് മാലോകരെ ഉണർത്തിക്കൊണ്ടാണ് വിശദമാക്കുന്നത്. സഞ്ചാരപ്രിയനും യാത്രയോട് ഇത്രമേൽ അഭിനിവേശമുണ്ടായിരുന്ന വിനയേന്ദ്ര മാഷിന് പി കുഞ്ഞിരാമൻ നായരുടെ ജീവകാവ്യവുമായി വല്ലാതെ സാദൃശ്യം തോന്നിയിട്ടുണ്ട്. അതിൽ അത്ഭുതമില്ല. അതുകൊണ്ടാണല്ലോ പി സമസ്ത കേരളം എന്ന കവിതയിൽ അത് വല്ലാതെ പ്രതിഫലിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൽ ജനിച്ച് തായ മഹാമായ മരിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ. കൊട്ടാരത്തിൽ എന്നത് കവിയുടെ വീട്ടുപേരാണ്. ചെറുപ്പത്തിലെ അമ്മ മരിച്ച കവിക്ക് അമ്മയില്ലാതെ എന്ത് വീട് എന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ ചോദിക്കേണ്ടി വന്നതിൽ അത്ഭുതമില്ല. ഉപരികുന്ന് കവി രചിച്ച മറ്റൊരു നോവലാണ്. സഞ്ചാരങ്ങളുടെ ധർമ്മപദം എന്ന് പറയുമ്പോൾ ദേശാടനത്വം, അലച്ചിൽ എന്നിവ കവിയുടെ അഭിനിവേശങ്ങളൊന്നായിരുന്നു. അധ്യാപനത്തിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുമ്പോൾ അധ്യാപകനായിരിക്കെ കലാ, സാഹിത്യം, സംസ്കാരം, പരിസ്ഥിതി തുടങ്ങിയവയെ പറ്റിയുള്ള അവബോധം കുട്ടികളിൽ എത്തിക്കാൻ കവി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു പറ്റം ശിഷ്യഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കവിക്ക്. ആവണീപുരം എന്ന കപിലവസ്തു എന്ന് പറയുമ്പോൾ കല്ലടയുടെ പഴയ പേരായിരുന്നു ആവണീപുരം. അനന്തപുരിയും അതിരമ്പുഴയും കവിയുടെ കർമ്മമണ്ഡലങ്ങളായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടുപേരാണ് സരസ്വതി കൃപ. അവിടെ വെച്ചാണ് കവി മരിക്കുന്നത്. ആ ഭൗതിക ശരീരം അടക്കം ചെയ്തത് നവോദയ ഗ്രന്ഥശാലയുടെ പിന്നിലാണ്. അവിടെ ഒരു അശോകമരമുണ്ട്. അശോകമരം വളരെ ഇഷ്ടമാണ് കവിക്ക്. അത്രമേൽ ഇഷ്ടപ്പെട്ട അശോകമര ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രണയ കവിതകളുടെ ഉറ്റതോടൻ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവസാനം നമസ്കാരം, നമസ്കാരമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. എപ്പോഴും ഫോൺ വിളിച്ചാൽ ഹലോ എന്നതിന് പകരം നമസ്കാരം എന്നായിരുന്നു കവി പറഞ്ഞിരുന്നത്. ഇത് ചില സമയങ്ങളിൽ ജോസേട്ടനെ വിളിച്ചാലും പലപ്പോഴും കേൾക്കാം നമസ്കാരം എന്ന്. അല്ലെങ്കിലും ജോസേട്ടൻ്റെ ആ ഒരു കവിയോടുള്ള ഇഷ്ടവും സ്നേഹവും അഭിനിവേശവും ആ കവിയോടുള്ള ശ്വാസഗതി പോലും അടുത്ത് അറിയുന്ന ഒരു മനുഷ്യന എന്ന നിലയ്ക്കാണ് ഈ കവിത എഴുതിയത് തന്നെ. കുമാരനാശാൻ്റെ പ്രരോധനം എന്ന വിലാപകാവ്യം അവസാനിക്കുന്നത് നമുക്കറിയാം നമസ്കാരമേ എന്ന് ചൊല്ലിക്കൊണ്ടാണ്. AR രാജരാജവർമ്മയുടെ ദേഹവിയോഗത്തിൽ എഴുതിയ വിലാപകാവ്യം ആശാൻ്റെ വിലാപകാവ്യം പോലെ തന്നെ നമസ്കാരമേ എന്ന് വിലപിച്ചുകൊണ്ടാണ് ഈ സ്വപ്ന സമീപ ദൃശ്യം അവസാനിക്കുന്നത്. യാത്രകളുടെ തോടന് നൽകിയ ഒരു സ്നേഹവിരുന്ന് പോലെയാണ് എനിക്ക് ഈ കാവ്യധാര അനുഭവപ്പെട്ടത്. ഇത്രമേൽ സമ്പുഷ്ടമായ വരികൾ പറഞ്ഞു തീരാൻ സമയം പോരാ എന്ന് തോന്നുന്നു. അത്രയും റഫറൻസുകൾ ശേഖരിക്കേണ്ടി വരും ഈ കവിയോടും കവിയെയും കവിതയെയും തിരിച്ചറിയാൻ. വായ്മൊഴി പാരമ്പര്യവും നാടൻ താളങ്ങളും ഈണങ്ങളും കൊണ്ട് സമൃദ്ധമായ വിനകാവ്യങ്ങൾ ചൊല്ലുമ്പോൾ ആ മഹാത്മാവിൻ്റെ ദേഹം മുഴുവനായി ഇളകിയാടുന്നത് കാണാം. കാടിന് ഞാനെന്ത് പേരിടും എന്ന ചോദ്യത്തിന് കാടിന് ഞാനെൻ്റെ പേരിടും എന്ന് ഉത്തരം കണ്ടെത്തിയ കവിശ്രേഷ്ഠനുമായി അത്രമേൽ അടുത്ത ബന്ധമായിരുന്നു ജോസേട്ടൻ എന്ന കാര്യം കവിത പറയാതെ പറയുന്നു. ഓരോ വരിയും വിനയചന്ദ്ര കവിയുടെ ജീവിതവും കൃതികളും ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്വപ്നം എന്ന ഫ്രെയിമിൽ ഉരുത്തിരിഞ്ഞ കാവ്യകൗമുദി സത്യത്തിൽ ഡി വിനയേന്ദ്രൻ എന്ന കവിയുടെ ആത്മകഥ തന്നെ എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. കവിതയിലെ ഒരു എഫോറിസ്റ്റിക് സ്റ്റൈലാണിതെന്ന് പറയാൻ തോന്നുകയാണ്. കവിതയുടെ കാമന ഭാവനയുടെ ഐവറി ടവറാണെങ്കിലും ഈ കവിതയിൽ സത്യമായ കാഴ്ചയുടെ വാക്കുകൾ കൊണ്ടുള്ള ജീവിതാവിഷ്കാരമാണ്. ഓരോ വാക്കിനുള്ളിലും കവി സഞ്ചരിച്ചൊരു ലോകമുണ്ട്. ഓരോ പേരിലും കവിയുടെ സ്നേഹവും ഇഷ്ടവും അഭിനിവേശവും കാവ്യശീലുകളും കവി സഞ്ചരിച്ച ലോകവും ദേശവുമുണ്ട്. എന്നും കൂടെ നടന്ന ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഏറെ ആ ജീവിതത്തെപ്പറ്റി അടുത്ത് നിന്ന് കണ്ട് വായിച്ച ഇടപഴകിയ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു കവിത സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. വിനയപുരുഷൻ എന്ന ആ രൂപം വാസ്തുപുരുഷനെ പോലെ ഓരോ അംഗോപാംഗങ്ങളിലൂടെ ചേതോഹരമായി ആവിഷ്കരിച്ച ഈ കാവ്യശരീരത്തെ അത്രമേൽ നെഞ്ചേറ്റുന്നു. ഓരോ തുള്ളിയായി ഞാൻ നിന്നിൽ പെയ്തുകൊണ്ടിരിക്കുന്നു, ഒടുവിൽ നാം ഒരു മഴയാകും വരെ. ഓരോ തുള്ളിയായി ഞാൻ നിന്നിൽ പെയ്തുകൊണ്ടിരിക്കുന്നു, ഒടുവിൽ നാം ഒരു മഴയാകും വരെ. നമസ്കാരം, നമസ്കാരമേ. നമസ്കാരം. ഞാൻ ജയശ്രീ ബിജുപാൽ. വാക്കന്നൽ പ്രതിവാര ചർച്ചാ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഇന്ന് ശ്രീ ഡി വിനയചന്ദ്രൻ മാഷ്ടെ ലീനം കുലീനം എന്ന കവിത. ഇങ്ങനെ അല്പം കരഞ്ഞു നാം ജീവിതം പിന്നെയുമാത്രമാക്കിടാം, നന്മകൾ തോർന്നൊരു
ഭൂമിയിൽ നേർച്ചയും നൊമ്പരപ്പച്ചയുമാകാം. ആഴത്തിൽ ദുഃഖം ഭരിക്കിലുമീ വിരൽ താളമിട്ടൊന്നു ചിരിക്കാം. വീടുകളെല്ലാം മറന്നെങ്കിലും മരച്ചോലയിൽ മെല്ലെ നടക്കാം. മിണ്ടാതിരിക്കയാണെങ്കിലും നിന്നുടെ ഉള്ളിൽ നീ മൂളുന്ന പാട്ടും. പണ്ട് കടത്തുവള്ളത്തിൽ നാം ഒന്നിച്ച ഗന്ധർവകാലം നിലാവും. വാടിയ പുൽനാമ്പുകൾക്കിടയിൽ കൂടി തേങ്ങുന്നു നേത്തും തെളിഞ്ഞും. നീ കരയാതെൻ്റെ നെഞ്ചിൽ തലവച്ചു മോഹിച്ചുറങ്ങാതെ വീണ്ടും. ഏകാകിയാം കുയിലൊച്ച മുഴങ്ങുമീ തീരത്തെ മാവിൻ തൊടിയിൽ. നമ്മെ കടൽ വക്കിലേക്കു ക്ഷണിക്കുന്ന ചെമ്മണ്ണടപ്പാത കാണാം. പോവാം അവിടെ ഇരിക്കാം പ്രിയംവദേ, പാപമാം സന്ധ്യ വന്നെത്തും. വേദനയെല്ലാം കടൽ വന്നു നമ്മളോടോരോ തിരയിലും ചൊല്ലും. കൈകോർത്തു നമ്മൾ നനഞ്ഞു നടക്കുമ്പോൾ ദൈവവും നക്ഷത്രമാകും. സാഗരം പാതിരാപ്പൂക്കൾ സപ്തർഷികൾ ഭൂമിയും നമ്മൾ കിനാവും. ആദ്യ പ്രണയവിശുദ്ധമായി ദിവ്യമായി ആർദ്രസുഗന്ധമായി മാറാം. ഈ വഴിമൂകം കരഞ്ഞു നാം പോകുമ്പോൾ ജീവിതം ജീവിതമാകാം. ഇങ്ങനെ അല്പം കരഞ്ഞു നാം ജീവിതം പിന്നെയുമാത്രമാക്കിയിടാം. നന്മകൾ തോർന്നൊരു ഭൂമിയിൽ നേർച്ചയും നൊമ്പരപ്പച്ചയുമാകാം. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാക്കനൽ വീട്ടിൽ ഈ കവിത, വിനയപുരുഷൻ എന്നുള്ള ഈ കവിത ഇന്ന് ചർച്ചയ്ക്കെടുത്തതിൽ എനിക്കുള്ള അഗൈതവമായ നന്ദി എല്ലാവരോടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരാണ്. ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത 1-2 പേരെ മാത്രമേ ഉള്ളൂ ഞാൻ നേരിട്ട് ഇതുവരെ കാണാത്തത്. ബാക്കി എല്ലാവരും എനിക്ക് മുഖപരിചയമുള്ളവരും ഹൃദയബന്ധമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ആഹ്ലാദിപ്പിക്കുന്ന ഒരു അവസരമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാകുന്നില്ല. ഈ കവിത ഞാൻ എഴുതുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചവറ KS പിള്ള സാറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നോട്ടീസിൽ പേര് വെച്ചത് കാരണം കടപുഴയിൽ നടക്കുന്ന വിനേന്ദ്രൻ സാറിൻ്റെ 1ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് നടത്തിയ കവിയരങ്ങിൽ, അനുസ്മരണ കവിയരങ്ങിൽ അവതരിപ്പിക്കാനായിട്ടാണ്. എന്നിട്ട് അത് കൂടുതൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രിന്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇത് എങ്ങും മുദ്രണം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഒരു കവിതയല്ല. ഫേസ്ബുക്കിലൂടെ മാത്രമാണ് ഇതിനൊരു പ്രചാരണം കിട്ടിയത്. ആദ്യമായി ഈ കവിത 2016 ബിജു സൂചിപ്പിച്ചതുപോലെ വാക്കനൽ പേജിൽ തന്നെയാണ് കവിത ചർച്ച ചെയ്യുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന, ആദ്യമായിട്ടാണ് എനിക്ക് അത്തരം ഒരു ചർച്ചയിലേക്ക് എൻ്റെ ഒരു കവിത തിരഞ്ഞെടുത്ത് അത്തരം ഒരു വലിയൊരു ചർച്ചയ്ക്ക് എൻ്റെ ഒരു കവിത അല്ലെങ്കിൽ എൻ്റെ ഒരു സൃഷ്ടി കാരണമാകുന്നത്. അത് വലിയൊരു ആഹ്ലാദം നൽകിയ ഒരു സംഭവമാണ്. പിന്നെ ഈ കവിത ഇന്നാണ്, അതും വാക്കനൽ വീട്ടിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ
പരിപാടിയിലേക്ക് ഇന്നത്തെ എൻ്റെ കവിത അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വെച്ച ഖുറേഷിയുടെ ആ നിർദ്ദേശം കണ്ടപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. മലയാളത്തിലെ മഹാരഥന്മാരായിട്ടുള്ള കവികൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് അതാണ് എനിക്കൊരു ചമ്മലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാനന്ന് ഒരു മറുപടിയും പറയാതിരുന്നത്. കാരണം അതിനൊക്കെ ഉള്ള യോഗ്യത എനിക്കുണ്ടോ അതെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനന്ന് അതിനോട് പ്രതികരിക്കാതിരുന്നത്. പിന്നെ ഈ പരിപാടി ഇത്രത്തോളം നടന്ന പരിപാടികളിൽ ഭയങ്കര ഗംഭീരമായി തീർന്നതിന് പിന്നിൽ കാർത്തികേയൻ്റെ അർപ്പണബോധത്തിനും കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹം ഇടപെടുകയും ഓരോരുത്തരെയും ആനയിക്കുക മാത്രമല്ല, ഓരോരുത്തരുടെയും സംസാരവും കവിതകളും ഒക്കെ കേട്ട് അദ്ദേഹം കൃത്യമായ വിശകലനം നടത്തിയതിന് ശേഷമാണ് ഒരു ചെറിയ ചെറിയ ഇടവേളകൾ കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള മോഡറേറ്റർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ദൗത്യം വളരെ വിജയകരമായാണ് ഇതുവരെ അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഇതിലെ പേരെടുത്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഇത്രയും സമയമായിരിക്കുന്നു, സമയത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ പരിചയപ്പെടുത്തൽ നടത്തിയ മുനീർ അഗ്രഗാമി സൂചിപ്പിച്ചതുപോലെ മുനീർ ഉള്ളിയേരി എന്ന് പറയുന്ന ആ വ്യക്തിയെ, എനിക്ക് ആ കവിയെ എഴുത്തുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ എനിക്ക് അദ്ദേഹം അയക്കുന്ന കാർഡുകളിൽ നിന്ന് ഞാൻ ചരൽ എന്ന ലിറ്റിൽ മാഗസിൻ നടത്തിയപ്പോൾ പരിചയമുണ്ടായിരുന്നെങ്കിലും ഇത് നമ്മുടെ മുനീർ അഗ്രഗാമി തന്നെയാണെന്ന് തിരിച്ചറിയുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ്. അതായത് 99 ആകുമ്പോഴത്തേക്ക് ആ ചരൽ മാഗസിൻ്റെ പ്രവർത്തനം നിലച്ചു പോയിരുന്നു. അപ്പോൾ അതിനു മുമ്പാണ് മുനീർ അയച്ചു തരുന്നത് അങ്ങനെയുള്ള ഒരു കാർഡ്, മുനീർ ഉള്ളിയേരി എന്ന പേരിൽ. പിന്നീട് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് തന്നെയാണോ, ഈ മുനീർ അഗ്രഗാമി തന്നെയാണോ ഇത്? എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് മുനീറിനെ തന്നെ ആദ്യം എന്നെ ഇങ്ങനെ ഒരാൾ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്ന, നമ്മളെ തന്നെ കേൾക്കാൻ കഴിയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. മുനീറിന് ചിത്രകാരനും പ്രഭാഷകനും എഴുത്തുകാരനും കവിയും അധ്യാപകനുമൊക്കെയായ മുനീർ അഗ്രഗാമിയോട് എൻ്റെ സ്നേഹാദരങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. പിന്നെ വിഷയം അവതരിപ്പിച്ച മാധവൻ പുറച്ചേരി സാറിൻ്റെ ആ മാഷിൻ്റെ ആ പ്രഭാഷണത്തെക്കുറിച്ച് എന്ത് പറയാനാണ് ഞാൻ ശിരസ് നമിക്കുകയാണ്. ഇത്രയും വിനയചന്ദ്രൻ സാറിനെ ഇത്രയും ഉൾക്കൊണ്ടിട്ടുള്ള മലയാളത്തിലെ കവികൾ അപൂർവമാണ്. മുനീർ കവിതയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പുറച്ചേരി മാഷിൻ്റെ ആ കവിതയെക്കുറിച്ചും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. 1992 തോന്നുന്നു പുറച്ചേരി മാഷ് വിനേന്ദ്ര സാറിൻ്റെ കുറിച്ചുള്ള ആ കവിത എഴുതുന്നത്. അത് പ്രവാസികളുടെ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ 93 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ തന്നെ ആ കവിത അത് ഞാനത് കേട്ടിട്ടുണ്ട്. പുറച്ചേരി മാഷി ചൊല്ലുന്നത് ഞാനത് കേട്ടിട്ടുണ്ട്. നമ്മുടെ വാക്കനൽ കുമിളി ക്യാമ്പിൽ വിജി തമ്പി സാർ ഡയറക്ടറായിരുന്ന, പുറച്ചേരി മാഷ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ആ ക്യാമ്പിൽ അന്ന് കവിയരങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും, തമ്പി സാറിൻ്റെയും പുറച്ചേരി മാഷിൻ്റെയും എൻ്റെയും ബദറുദ്ദീസായും എല്ലാവരും ബിജുനാഥുമൊക്കെ കവിതകൾ അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് പുറച്ചേരി മാഷ് അവതരിപ്പിച്ചത് ഈ വിനയേന്ദ്രൻ സാറിനെ കുറിച്ചുള്ള ഈ കവിതയായിരുന്നു. സുഹൃത്തെ, പ്രണയം കൊടും തപസ്സാണ്, അഗ്നിയിൽ പ്രണയമന്ത്രം ചൊല്ലി എരിയുകയാണ് നീ. സ്നേഹം സമുദ്രമെന്നറിയുക മനസ്സിനി എന്നുള്ള വിനേന്ദ്രൻ സാറിൻ്റെ ആ വരികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പ്രണയം കൊടും തപസ്സാണ്, അതിൽ എരിയുകയാണ് പ്രിയ സുഹൃത്തായ വിനയേന്ദ്രൻ സാർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ കവിത, ഞാൻ ആ വരികൾ ഇപ്പോഴും ഓർക്കുകയാണ്. അതിഗംഭീരമായി തന്നെ ഈ കവിത വായിച്ചതിന്, വിനയേന്ദ്രൻ സാറിനെ അനുസ്മരിച്ചതിന് ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് പുറച്ചേരി മാഷിൻ്റെ ആ വാക്കുകൾ എത്ര മനോഹരമായ പദപ്രവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം നടത്തിയ ഈ മനോഹര പ്രഭാഷണം ഞാനിത് വിനയേന്ദ്രൻ സാറിൻ്റെ സഹോദരന് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മിക്കവാറും എല്ലാവരുടെയും അയച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിനയേന്ദ്രൻ ഫൗണ്ടേഷനിലും ഇതിന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന്. ഈ അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രഭാഷണമായിരുന്നു വിനയേന്ദ്രൻ സാറിൻ്റെ മനോഹരമായ അനുസ്മരണം. കവിത അവിടെ നിൽക്കട്ടെ, വിനയേന്ദ്രൻ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ അത് അത്ര ആ ആത്മബന്ധം ആ വാക്കുകളിൽ പ്രകടമാണ്. അതുപോലെ തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ PK അനിൽകുമാറിൻ്റെ പ്രഭാഷണ ചാതുരിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നേരത്തെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ
ഞാനത് മധുപാലിൻ്റെ കഥയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകന്മാരെയെല്ലാം, ഇന്ന് അറിയപ്പെടുന്ന പല പ്രഭാഷകന്മാരെയെല്ലാം കോളേജ് യൂണിവേഴ്സിറ്റി യുവജനോത്സവ സമയത്ത് തുടർച്ചയായി 1ാം സമ്മാനം പ്രസംഗ മത്സരത്തിന് നേടി സാക്ഷാൽ സുകുമാർ അഴീക്കോടിൽ നിന്ന് തന്നെ സുവർണ മെഡലും അദ്ദേഹത്തിൻ്റെ ആശ്ലേഷവും ഏറ്റുവാങ്ങുവാൻ സൗഭാഗ്യം സിദ്ധിച്ച, ഞാൻ എൻ്റെ സ്വന്തം ഇളയ സഹോദരനെ പോലെ എന്നും കാണുന്ന PK അനിൽകുമാറിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോരിത്തൊരിച്ചു പോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം പറയുന്ന അവസാനം പറഞ്ഞു വെച്ച ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ വിനേന്ദ്രൻ സാറിൻ്റെ പരിസ്ഥിതി കവിതകളെ പരാമർശിച്ചിട്ടില്ല ഈ കവിതയിൽ. രണ്ടാമത് P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ള ഒരു വാക്കാണ്. സമസ്ത കേരളം PO എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം, വിനേന്ദ്ര സാറിൻ്റെ പുസ്തകം, അത് സമസ്ത കേരളം എന്നുദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അത് ഉദ്ദേശിച്ചത് PA കുറിച്ചാണ്. അത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞപ്പോൾ GA ഉദ്ദേശിച്ചതുപോലെ സമസ്ത കേരളം എന്ന് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്, സമസ്ത കേരളം PO എന്ന് പേരിട്ടിരിക്കുന്നത് അത് P കുഞ്ഞിരാമൻ നായരുടെ ഒരു പര്യായം എന്നുള്ള നിലയിലായതുകൊണ്ടാണ് ഞാൻ ആ പേര് പിന്നെ പരാമർശിക്കാതിരുന്നത്. എങ്കിലും ഒറ്റ വായനയിൽ ഇത്രയും സൂക്ഷ്മമായ വായന നടത്തിയ ഒരാൾക്ക് തോന്നിയ ആ ഒരു അപാകത ഈ കവിതയുടെ ഒരു പോരായ്മ തന്നെ ആയിരിക്കാമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും ഗംഭീരമായിട്ട് ഈ കവിതയെ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ഇളയ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന PK അനിൽകുമാറിനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ കവിത അവതരിപ്പിക്കുമ്പോൾ, ആദ്യമായി കവിത അവതരിപ്പിക്കുന്ന അതേ വേദിയിൽ അന്ന് പകൽ നടന്ന 1ാം അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് PK അനിൽകുമാർ പ്രഭാഷണം നടത്തുന്നതും ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് 2014 ആറു വർഷം മുമ്പ് അനിൽകുമാറിൻ്റെ, കാരണം അദ്ദേഹവുമായിട്ട് വിനേന്ദ്രൻ സാറുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞ പ്രഭാഷകനാണ് PK അനിൽകുമാർ. മാലിക് നാലകത്തിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹം വളരെ പതിഞ്ഞ താളത്തിൽ പതിയെ സംസാരിച്ച ആ വാക്കുകൾ ഞാൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. കവിതയുടെ നവ്യാകാശം കീഴടക്കിയ വിനേന്ദ്രൻ സാർ എന്നുള്ള പ്രയോഗമൊക്കെ വളരെ മനോഹരമായ പ്രയോഗങ്ങളിൽ കൂടി അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തു. പിന്നെ നമ്മുടെ ജമാൽ ഇറക്കലാണ്. ജമാൽ ഇറക്കൽ നമ്മളുടെ വാക്കനൽ പേജിലെ ഏറ്റവും പ്രൗഢമായ അഭിപ്രായങ്ങൾ എഴുതുന്ന, അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും കുറിപ്പുകൾ ഞാൻ സ്ഥിരം വായിക്കുന്ന, അല്ലെങ്കിൽ വായിക്കാൻ വിട്ടുപോകാത്ത ചില കുറിപ്പുകാരന്മാരാണ്. ഖുറേഷിയുടെ കുറിപ്പ്, സ്മിത രാജേഷിൻ്റെ കുറിപ്പ്, ജമാൽ ഇറക്കലിൻ്റെ കുറിപ്പ്, ഗീതാ രാധാമണിയുടെ കുറിപ്പ്, ഇതൊക്കെ ഞാൻ ഇവരെ ഇവിടെ കണ്ടാലും ഞാൻ വായിക്കുന്നവരാണ്. കാരണം അതിനകത്ത് നമ്മൾക്ക് കുറച്ച് ഇൻസൈറ്റ്, നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ, ചില ഇൻസൈറ്റുകൾ തരാനായിട്ട്, ചില ഡീപ്പർ ഇൻസൈറ്റ് ഉൾക്കാഴ്ച നൽകുവാനായിട്ട് ജമാൽ ഇറക്കലിനൊക്കെ ഇത്രയും മലയാളത്തിൻ്റെ കാവ്യ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ നല്ല സുവ്യക്തമായ ധാരണകളുള്ള, കവിതയൊക്കെ നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന, കവിതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയുന്ന വ്യക്തിയാണ് ജമാൽ ഇറക്കൽ. അദ്ദേഹത്തിന് വളരെ മനോഹരമായ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സംസാരം, ഞാൻ മറ്റൊന്നിലേക്കും കടക്കുന്നില്ല. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മാടായി സുരേഷ്, ഇതിനെ ഒരു ഗ്രഹപ്രവേശം എന്നുള്ള ആ വിശേഷണമാണ്. ഒരു വൃക്ഷത്തിൻ്റെ ഇലകൾ പോലെ വിനേന്ദ്ര സാറിനോടൊപ്പം എന്നെയും ചേർത്ത് നിർത്തിയതിന് എങ്ങനെയാണ് സ്നേഹാദരങ്ങൾ അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിന് കൃത്യമായ വിലയിരുത്തലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിജുനാഥും നടത്തിയത്. ബിജുനാഥിനെ നമ്മളുടെ വാക്കനലിൻ്റെ സാരഥികളിൽ ആദ്യം രൂപീകരിച്ച, ആദ്യം തൊട്ടുള്ള വാക്കനൽ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ ആലോചനായോഗം മുതൽ തന്നെ ഉള്ള ആൾക്കാരാണ് ബിജുനാഥും ഖുറേഷിയും ബദറുന്നീസയും ഞാനും ഒക്കെ. അപ്പോൾ ഇന്നും ബിജുനാഥ് ഇങ്ങനെ ഒരു വിഷയം, കുറച്ച് നാൾ അദ്ദേഹത്തിന് നിശബ്ദനായിരുന്നെങ്കിൽ പോലും ഒരു പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു പരിപാടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ബിജുനാഥിനെ വിളിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും സജീവമായി അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ഈ പരിപാടികൾക്ക് വേണ്ടി, അത് ബിജുനാഥിൻ്റെയൊക്കെ വിയർപ്പിൻ്റെ ഫലവും കൂടിയൊക്കെയാണ് ഇന്ന് വാക്കനൽ പേജ് ഇന്നിങ്ങനെ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബിജുനാഥിൻ്റെ കൃത്യമായിട്ട് വിനയപുരുഷൻ, ഞാനത് സൂചിപ്പിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ കവിത അവതരിപ്പിക്കുമ്പോൾ, അതായത് വാസ്തുപുരുഷൻ എന്നുള്ള അതാണ് ഈ കവിത എഴുതുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിജു അത് കൃത്യമായി കണ്ടുപിടിച്ചിരിക്കുന്നു. വാസ്തുപുരുഷൻ അത് തന്നെയാണ് അങ്ങനെ ഒരു പേരിടാനായിട്ടുള്ള കാരണം.
ഒരു ശിവരൂപവും ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉച്ചിയിൽ നിന്ന് ചെങ്ങമ്പുഴ ഒഴുകുന്നു. ആ പുഴ എന്ന് പറയുന്നത് ശിവന്റെ ഉച്ചിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയെ തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു ആ രീതിയിൽ തന്നെയാണ്. ചന്ദ്രകലയും ഗംഗയും പിന്നെ ശിരസിൽ തന്നെ കലയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പല ഒരു മാനങ്ങളുണ്ട്. അതിനകത്ത് ചന്ദ്രകലയുമുണ്ട്, ഒരു പുഴയുമുണ്ട്. അത് ചെങ്ങമ്പുഴയാക്കി മാറ്റുകയായിരുന്നു. അത് അങ്ങനെയുള്ള ഒരു ശിവന്റെ ഒരു സ്ട്രക്ചറിലും അത് ബിജു അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ശിവനായിട്ടും ചിലപ്പോൾ നമുക്ക് ഇത് സങ്കല്പിക്കുവാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ചില സമയത്ത് അരമണികളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന ശിവനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ചിത്രങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ആ കഴുത്തിൽ അയ്യപ്പനെയും ജോണിനെയും തീണ്ടിയ പാമ്പ് എന്ന് പറയുമ്പോൾ ആ പാമ്പിനെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു ശിവരൂപമാണ്. അത് കൃത്യമായി ഇതിലേക്കും ആ കൊച്ചമ്മണിയെ കുറിച്ച് പറഞ്ഞത് ഈ വിനേന്ദ്രൻ സാറിൻ്റെ പല ലേഖനങ്ങളിലും ഇങ്ങനെ ഈ കൊച്ചമ്മണി കടന്നു വരാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള ഭാഷാഭൂഷണിയിൽ എഴുതിയ ലേഖനത്തിലെ മുറ്റത്തെ കിളിച്ചുണ്ടൻ മാവിനെ കുറിച്ചും ഓടിവെള്ളത്തെക്കുറിച്ചും അതിനിടയിൽ ഒരു കൊച്ചമ്മിണി എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബ്രാക്കറ്റിൽ ഇടുകയും ചെയ്യും. പേരതല്ല എന്ന് പല പ്രാവശ്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കൊച്ചമണിയെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇത് ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിരിക്കും ഈ കൊച്ചമണി, പക്ഷേ ഇതെനിക്ക് പല പല അഭ്യൂഹങ്ങളുണ്ടെങ്കിലും ഏതാണ് ഈ കൊച്ചമണി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് വേറെ ഒരു രസകരമായ, മരിച്ചു പോയിട്ടൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. ഒരുപക്ഷെ ഈ കൊച്ചമണിയുമായിട്ടുള്ള ആ നഷ്ടപ്രണയമാണ് ജീവിതാവസാനം വരെ അവിവാഹിതനായി വിനേന്ദ്രൻ സാർ തുടരാനുള്ള ഒരു കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിജുനാഥ് വളരെ സൂക്ഷ്മമായും വളരെ കൃത്യമായും ഈ കവിതയിലൂടെ കടന്നുപോയതിനുള്ള സന്തോഷം അറിയിക്കട്ടെ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുമൂടൻ സന്തോഷ്, ഇന്ന് രാവിലെ ഞങ്ങൾ കുറച്ചു നേരം ഇതിനെക്കുറിച്ച് മലയാളത്തിലെ വിലാപകാവ്യങ്ങളെക്കുറിച്ചും വിലാപകാവ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിലാപ കവിതകളിൽ നിന്ന് വേറിട്ട് അനുസ്മരണ കവിതകൾ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാറ്റഗറൈസേഷൻ, കാരണം പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വിനേന്ദ്രൻ സാറിൻ്റെ ശിഷ്യനായിരുന്ന സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ പഠിക്കാനായിട്ട് അദ്ദേഹമുള്ള സമയത്ത് പഠിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് സന്തോഷ് എസ് ചെറുമൂട്. അതുകൊണ്ട് വിനേന്ദ്രൻ സാറിനെ അടുത്തറിയുകയും അദ്ദേഹത്തിൻ്റെ കവിതകളെയൊക്കെ അടുത്തറിയുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം കായിക്കരയിലെ കടലിനെ തന്നെ ആദ്യം കടലുദയമാകുന്നു ഉദയരവികിരണമേറ്റുണരും കുമാരൻ്റെ കരളിൽ ഒരു കാർത്തികേയ സ്തോത്രമുണരുന്നു, അത് അവിടെ നിന്ന് ചെറുമൂടൻ ഇത് തുടങ്ങിയത്. കാരണം അത് അത്രയ്ക്ക് മനോഹരമായിട്ട് വളരെ ചെറുമൂടനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഉള്ള ഒരു വിശകലനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിരിക്കും. കാരണം അദ്ദേഹത്തിന് ആ പാണ്ഡിത്യമുണ്ട്, ആ ഒരു അതിൽ നിന്ന് വരുന്ന അതിൻ്റെ ബഹിർസ്ഫുരണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നിരൂപണങ്ങളും. അദ്ദേഹത്തിൻ്റെ പേജിൽ തന്നെ വായിച്ചാൽ അറിയാം. പിന്നെ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുന്നത് കൊണ്ടും ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കിച്ച് വളരെ കാട് കയറുന്നത് കൊണ്ടുമൊക്കെയാണ് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഒരിക്കലും നമുക്ക് അവഗണിക്കാനാകാത്ത വിശകലന രീതിയും ഒരു മെത്തഡോളജിയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശകലനത്തിൻ്റെ ആ സമഗ്രതയും പലപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, ഒരുപാട് പേരെ അവർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പൂർണിമയുടെ ഒരു വളരെ മനോഹരമായ ആ കുറിപ്പിലൂടെയും ഞാൻ കടന്നുപോയി. അത് പിന്നെ പൂർവ്വകവികളെ അനുസ്മരിച്ചുകൊണ്ട് മാത്രം ഉള്ളതല്ല എന്നുള്ള ആ കാഴ്ചപ്പാടും, അതുപോലെ തന്നെ ഡി വിനേന്ദ്രൻ എന്ന വ്യക്തിയെയും കവിയെയും ഒന്നായി ചേർത്ത് ഈ കവിതയിൽ വെച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പിന്നെ ഡോക്ടർ പൂർണിമ എഴുതിയിട്ടുണ്ട്. വളരെ കൃത്യമായ വായന നടത്തിയിരിക്കുന്നു ഡോക്ടർ പൂർണിമ, അതിലും എനിക്ക് സന്തോഷമുണ്ട്. ലിനീഷ് ലാൽ മാധവദാസിൻ്റെ കുറിപ്പും അതുപോലെ തന്നെ വളരെ മനോഹരമായ ചാരുതയാർന്ന ഭാഷയിൽ കോർത്തെടുത്ത ഒരു മാല പോലെ എനിക്ക് തോന്നി. ലിനീഷിനെ വായിച്ചപ്പോഴാണ് ലിനീഷിന് എന്തോ എൻ്റെ നാടുമായിട്ട് കല്ലടയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ആഴത്തിൽ ഇങ്ങനെ ഈ ഇവിടുത്തെ പുഴയെയും ഇവിടുത്തെ മണ്ണിനെയും ഇവിടുത്തെ മാമ്പഴത്തെയും ഒക്കെ കുറിച്ച് തൻ്റെ കുറിപ്പിൽ ഇങ്ങനെയൊക്കെ എഴുതാനായിട്ട് കഴിഞ്ഞത്. പിന്നെ അടുത്തതായി കുറിപ്പ് ദീപ്തി റിലീഷിൻ്റെ കുറിപ്പാണ്. രണ്ട് കവികളെ ഒരുമിച്ച് വായിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം ദീപ്തി ഇങ്ങനെയൊക്കെയുള്ള വിശകലനങ്ങൾ നടത്തുമ്പോൾ. അതുപോലെ തന്നെ സുഗത പ്രമോദ്
ഒരു വിമർശനാത്മകമായി ഇതിനെ സമീപിച്ചിട്ടുണ്ട്. അതെനിക്കിഷ്ടമാണ്. അത് ഞാൻ ഈ കവിതയിൽ കവിയെ അവതരിപ്പിച്ചപ്പോൾ അവരുടെ ഒരു ദർശനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അനുഭവത്തിലെ ആ ഒരു അതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടായിരിക്കണം കവിതയെ അവതരിപ്പിക്കേണ്ടത്. ഇതിനകത്ത് കുറച്ച് ദൈവങ്ങളെയൊക്കെ കൊണ്ടുവന്നത് അത് വിനയചന്ദ്രൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പരാമർശം തൻ്റെ കുറിപ്പിൽ സുഗത പ്രമോദ് നടത്തിയിട്ടുണ്ട്. പക്ഷെ സുഗത പ്രമോദ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഈ ഒരു വാദത്തെ ഞാനത് ഉൾക്കൊള്ളുന്നുവെങ്കിലും ഇത് പറയുന്നതിന് പോലെ അങ്ങനൊരു വലിയ നിരീശ്വരവാദിയോ ഒരു ഭൗതികവാദിയോ ആയിരുന്നില്ല. ഭാഗവതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ശീലികൾ കേട്ട് വളരുക, കുട്ടിക്കാലത്ത് വളരുക, അത് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് കേട്ട് വളരുകയും കഥകളി പദങ്ങളൊക്കെ ഒരുപാട് ഹൃദിസ്ഥമാക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും അദ്ദേഹം സമസ്ത കേരളം ബി എന്നുള്ള പുസ്തകത്തിന് ആദ്യം തന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കുറച്ച് വരികളാണ് ഏറ്റവും മനോമോഹനങ്ങളായിട്ടുള്ള ആധ്യാത്മിക ചിന്തകൾ ഉണർത്തുന്ന കുറച്ച് വരികളാണ് അതിനകത്ത് ആദ്യമായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത്. അഞ്ചുതൽ, നമ്മുടെ പുറച്ചേരി മാഷ് പരാമർശിച്ച അഞ്ചുതൽ വിനായകം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് വിനേന്ദ്ര സാറിന് യഥാർത്ഥത്തിൽ മനസ്സിലാകും. വിനേന്ദ്ര സാർ അങ്ങനെ അദ്ദേഹം ഒരുപാട് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഇതായിരുന്നു, ഇത് ജനകീയ പ്രക്ഷോഭങ്ങളിൽ. ഇപ്പോൾ കല്ലടയിലേക്ക് ഒരിക്കൽ വരുമ്പോൾ അവിടെ നമ്മുടെ ജാനു അവിടെ ഭരണിക്കാവിനടുത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ പെട്ടെന്ന് ചാടിയ ബസ്സിലായിരുന്നു അന്ന് അദ്ദേഹം വരുന്നത്. ഭരണിക്കാവിൽ നിന്ന് ബസ്സിലാണ് വന്നത്. അവിടെ പെട്ടെന്ന് നിർത്തി അവിടെ അങ്ങ് ഇറങ്ങുകയാണ്. ബസ് നിർത്താൻ പറഞ്ഞു, അവിടെ വന്ന് നിർന്നു ജാനുവിനെ കണ്ടുകൊണ്ട്. പെട്ടെന്ന് അദ്ദേഹം ആ വേദിയിലേക്ക് അവിടെ കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായി. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഒട്ടും പ്ലാൻ ചെയ്തതല്ല. തന്നോടുള്ള ആ ജാനു അന്ന് നടത്തിയ സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് അതിനോടങ്ങ് യോജിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവശ്യം ഭരണിക്കാവിൽ വെച്ച് തന്നെ ഞാൻ കണ്ടത് തെന്നതല ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊടുക്കുന്ന ഒരു സ്വീകരണ യോഗത്തിൽ കവിത അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒരു കവിത അവതരിപ്പിക്കണമെന്നൊരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ആ സൗഹൃദ ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ വിനേന്ദ്രൻ സാറിൻ്റെ സ്വരം മുഴങ്ങി കേൾക്കുന്ന സാധാരണ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് പോയിട്ട് വന്നപ്പോഴാണ് ഒരു കോൺഗ്രസ് ഉറ്റ സുഹൃത്തായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു സാറേ ഒരു കവിത അവതരിപ്പിക്കണം. പക്ഷെ അത് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. പിന്നെ അദ്ദേഹത്തിന് പിൻവാങ്ങാനും പറ്റുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് ഇത് തെന്നല ബാലകൃഷ്ണപിള്ള KPCC പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വീകരണ യോഗത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അദ്ദേഹം അവതരിപ്പിച്ചു, അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. അതുപോലൊക്കെയുള്ള ഒരുപാട് സ്നേഹബന്ധങ്ങളുടെ പേരിൽ എവിടെയും പോയി പരിപാടികൾ അവതരിപ്പിക്കുകയും സ്വന്തം കവിതകൾ അവതരിപ്പിക്കുകയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളുടെ വിനയേന്ദ്രൻ സാറിനുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വിനേന്ദ്രൻ സാർ. അപ്പോൾ സൗഹൃദത്തിന് വേണ്ടി എന്തും ത്യജിക്കാനും എന്തിനു വേണ്ടിയും സന്നദ്ധനായിട്ടുള്ള ഒരു വിനേന്ദ്രൻ സാറിനെയാണ് ഞാൻ ഓർക്കുന്നത്. സുഗത വിചാരിക്കുന്നത് പോലെ അദ്ദേഹം തികഞ്ഞ ഒരു ഭൗതികവാദി അല്ലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മധുശങ്കർ അതുപോലെ തന്നെ ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു നല്ല കുറിപ്പിൻ്റെ ചാരുതയോടുകൂടിയാണ് മധുശങ്കർ ഇത് എഴുതിയിരിക്കുന്നത്. മധുശങ്കറിൻ്റെ നാഡീസ്തംഭനം ഉണ്ടാക്കുന്ന വാക്കും വർണ്ണവും എന്നിട്ടും അതൊരു കാവ്യചന്ദ്രികയായി മാറുന്നു എന്നുള്ള നിരീക്ഷണങ്ങളും മറ്റും വളരെ ഉചിതമായിരിക്കുന്നു. ഇതുപോലെ തന്നെ കവിത അവതരിപ്പിച്ചിരുന്ന ബാബു മണ്ടൂരിൻ്റെ മനോഹര ശബ്ദത്തിൽ മിഥുനം എന്ന കവിതയും ശോഭാ രാമകൃഷ്ണൻ്റെ സ്വപ്നഗാനം എന്ന വിനേന്ദ്രൻ സാറിൻ്റെ കവിതയുടെ അവതരണവും സതീശൻ പനക്കൂല് അതിമനോഹരമായിട്ട് ജീവിതം എന്ന കവിത അവതരിപ്പിച്ചു. ഗോമതി ആലക്കാടൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കവിതകളാണ്. ഞാനും ഒരുപാട് പ്രാവശ്യം ചൊല്ലിയിട്ടുള്ള കവിതയാണ്. കാരണം വിനേന്ദ്രൻ സാറിൻ്റെ അനുസ്മരണത്തിലൊക്കെ ചിലപ്പോൾ വിനേന്ദ്രൻ സാറിൻ്റെ കവിതകൾ മാത്രമേ ആലപിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു കവിതയാണ് കൊതി. അതുപോലെ ജയശ്രീ ബിജുപാല് ലീനം കുലീനം എന്ന കവിത തിരഞ്ഞെടുത്തതിലും ഞാൻ അനൽപമായിട്ടുള്ള എൻ്റെ സന്തോഷം അറിയിക്കട്ടെ, എൻ്റെ എല്ലാവിധമായ ഹൃദയ അഭിവാദ്യങ്ങളും അറിയിക്കട്ടെ നിങ്ങളോട്. ലക്ഷ്മി ഇന്ദ്രൻപള്ളി സ്വാഗതം ആശംസിച്ച ലക്ഷ്മി ഇന്ദ്രൻപള്ളിക്കും കൃതജ്ഞത ഇനി ആശംസിക്കാൻ പോകുന്ന ഗംഗാ സൂര്യപ്രകാശിനെയും ഒക്കെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ഡോക്ടർ ശശികല പണിക്കർ മുഖേന ഈ താനയിലെ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് റൊട്ടേറിയൻ മഹേന്ദ്രബാബു ശാസ്ത്രി ഒരു പൊന്നാട കൊടുത്ത് അയച്ചത് എന്നെ അണിയിക്കാനായി കാത്തിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ആ പൊന്നാട സ്വീകരിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് പോവുകയുള്ളൂ. എല്ലാവർക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഉടവൂരാശാൻ, അതുപോലെ തന്നെ നമ്മുടെ കാർന്നോര് ആമിന സഹീർ, ബദർനീസ തുടങ്ങി നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാത്ത മുഴുവൻ ആൾക്കാരെയും എല്ലാ സുഹൃത്തുക്കളെയും
ഒരുപോലെ അനൂപ്, നമ്മുടെ മൂപ്പൻ തുടങ്ങി എല്ലാവരെയും പേരെടുത്ത് ഇനിയെല്ലാം പറയേണ്ട, എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട എല്ലാവരെയും നല്ല സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഖുറേഷിക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ തന്നെ നീണ്ടുപോയി നിർത്തുകയാണ്. പ്രിയ സൗഹൃദങ്ങളെ, നമ്മുടെ വാക്കനൽ വീടിൻ്റെ 13ാമത്തെ പ്രതിവാര ചർച്ചയാണ് ഇന്നിവിടെ പൂർത്തിയായത്. ഈ വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ആശംസിച്ച ലക്ഷ്മി ഇന്ദ്രൻപിള്ളി, ഈ ചർച്ചയുടെ ആദ്യാവസാനം വരെ ഒരമരക്കാരനെ പോലെ തൻ്റെ നിറസാന്നിധ്യം അറിയിച്ച ശ്രീ കാർത്തികേയൻ, ഇവർക്ക് ഞാൻ എൻ്റെ നന്ദി ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. വിശിഷ്ടാതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനും കുടുംബാംഗവുമായ ശ്രീ വി ജോസ് കല്ലടയാണ്. കാറ്റിനെയും കടലിനെയും പുഴകളെയും യാത്രകളെയും പ്രണയിച്ച് കാവ്യലോകത്തു നിന്ന് ഒരു അവധൂതനെ പോലെ യാത്രയായ ശ്രീ കവി വിനയചന്ദ്രൻ മാഷിൻ്റെ കവിതകളുടെ അന്തസത്ത ഉൾക്കൊണ്ടെഴുതിയ ഒരു മനോഹരമായ രചനയാണ് ശ്രീ വി ജോസിൻ്റെ വിനയപുരുഷൻ. നമ്മോടൊപ്പം ഈ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ വി ജോസ് കല്ലടയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കവി നമുക്കേവർക്കും സുപരിചിതനാണെങ്കിലും കവി പരിചയം കൃത്യമാക്കിയ ശ്രീ മുനീർ അഗ്രഗാമിക്കും, അതുപോലെ തന്നെ വിഷയാവതരണത്തിലുള്ള തൻ്റെ മികവ് പ്രകടമാക്കിയ ശ്രീ മാധവൻ പുറച്ചേരി മാഷിനും സ്നേഹം നിറഞ്ഞ നന്ദി. ഇനി അടുത്തതായി ശ്രീ വിനയൻ മാഷിൻ്റെ കവിതകളുടെ ശക്തിയും സൗന്ദര്യവും ത്രസിപ്പിക്കുന്ന ചർച്ചകളിലൂടെ ഈ വേദിയെ ധന്യമാക്കിയ ശ്രീ PK അനിൽകുമാർ, ബിജുനാഥ് CC, മാടായി, മാലിക് നാലകത്ത്, ജമാൽ, ഇവർക്കും നന്ദി അറിയിക്കുന്നു. ഈ കവിതയെ വിലയിരുത്തിക്കൊണ്ട് ശ്രദ്ധേയമായ കുറിപ്പുകളാൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച പ്രിയ സൗഹൃദങ്ങളായ ശ്രീ സന്തോഷ് ചെർമൂട്, ലിനീഷ് ലാൽ, മധുശങ്കർ, ശ്രീമതിമാരായ സുഗത പ്രമോദ്, ദീപ്തി, പൂർണിമ, ഇവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. കവിതാ ആലാപനങ്ങൾ നടത്തി നമ്മുടെ സദസ്സിനെ സംഗീത സാന്ദ്രമാക്കിയ ശ്രീ ബാബു മണ്ടൂർ, സതീശൻ പനക്കൂൽ, ശ്രീമതി ഗോമതി ആലക്കാടൻ, ശോഭ രാമകൃഷ്ണൻ, ജയശ്രീ ബിജുപാൽ, ഈ പ്രിയ സൗഹൃദങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. തത്സമയ ചിത്രരചനയിലൂടെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച ഷാഫി ഹസനും കണ്ണൻ സതീശനും സ്നേഹത്തോടെ നന്ദി അറിയിക്കട്ടെ. പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്നു ഈ സദസ്സിനെ പ്രൗഢഗംഭീരമാക്കിയ എൻ്റെ പ്രിയ വാക്കനൽ മിത്രങ്ങളെ, നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.